ആയതുമാറും ജലാശയമാ കണ്ണുനീർ താഴ്വര അതുവഴിയായവൻ ഗാനം ചെയ്യുന്നു ആയതുമാറും ജലാശയമാ പൂർണ്ണമതോ Praise the Lord. Hallelujah. 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 നന്ദിയോടെ 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 കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുന്നപ്പ. Praise the Lord. Hallelujah. 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 ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിൻ്റെ രാവിലെ സമയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിങ്കൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങൾക്ക് തക്കവണ്ണം നന്ദി കരേറ്റുവാനായി അവന് മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിക്കുവാനായി ഒരു പകൽ കൂടെ കർത്താവ് നമുക്ക് ദാനം ചെയ്തിരിക്കുക. ഈ പ്രഭാതത്തിൽ അവന് ബലമുള്ള കരങ്ങളിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ഓരോ ദിനങ്ങളിലും ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. ശത്രു നമുക്കെതിരെ എറിഞ്ഞതായ സകല തീയമ്പുകളിൽ നിന്ന്, സകല അനർത്ഥങ്ങളിൽ നിന്ന്, സകല പകർച്ചവ്യാധികളിൽ നിന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിടുവിച്ചല്ലോ. അവൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. പാടുവാൻ കർത്താവ് കൃപ ചെയ്തു. പ്രാർത്ഥിപ്പാൻ നമ്മെ ശക്തീകരിക്കട്ടെ. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങൾ, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന നമുക്ക് ദൈവത്തിന് ഏറ്റവും സുഗ്രാഹ്യമായ, ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി തീരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. Praise the Lord, 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 praise the Lord. Hallelujah, hallelujah, hallelujah. നന്ദിയോടെ 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 കർത്താവിനെ സ്തുതിക്കുന്നു. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ്. നാം ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് പ്രിയ ടൈറ്റസ് ആദ്യം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. അതിനുശേഷമായിട്ട് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് സിസ്റ്റർ മറിയാമ്മ വർഗീസും സഹോദരന്മാരുടെ ഭാഗത്ത് നിന്ന് ഹല്ലേലൂയ ബ്രദർ റെജി വർഗീസും ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മെ സഹായിക്കേണ്ടതിനായി, ഒരുമിച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യമേ ടൈറ്റസ്, അതിനുശേഷമായിട്ട് സിസ്റ്റർ മറിയാമ്മ വർഗീസ്, ശേഷമായിട്ട് ബ്രദർ റെജി വർഗീസ്, 3 പേര് ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. धन्यवाद करते हैं पिता परमेश्वर, ये सुंदर अवसर तूने हमारे जीवनों में दिया पिता परमेश्वर। आमेन, हालेलुया। एक और बार तेरी सन्निधि में आंखें पिता परमेश्वर आराधना करने के लिए तूने मौका दिया पिता परमेश्वर। आमेन, हालेलुया। अनेक स्थलों में थे हम पिता परमेश्वर, लेकिन तूने हमें एकजुट होकर आने के लिए तूने मदद किया पिता परमेश्वर। आमेन, हालेलुया। हर एक जनों को तेरे हाथों में सौंपते पिता परमेश्वर। आमेन पिता परमेश्वर, जो आने वाले हैं उनको तेरे हाथों में सौंपते पिता परमेश्वर। पिता परमेश्वर, जहाँ कहीं भी वो हो पिता परमेश्वर, उनको सुरक्षित रखना पिता परमेश्वर। आमेन, हालेलुया।
हालेलुया। हर एक जनों को तेरे हाथों में सौंपते, सर्विस को तेरे हाथों में सौंपते पिता परमेश्वर, आमीन हालेलुया। पासबान को तेरे हाथों में सौंपते पिता परमेश्वर, साम ट्रेडिंग को तेरे हाथों में सौंपते पिता परमेश्वर, वर्शिप को तेरे हाथों में सौंपते पिता परमेश्वर, हर एक चीज़ों को तेरे हाथों में सौंपते पिता परमेश्वर। हर एक चीज़ तेरे हित में होने पाए पिता परमेश्वर, तेरी आराधना करने पाए पिता परमेश्वर, पवित्र आत्मा में पिता परमेश्वर हम तेरी आराधना करने पाए पिता परमेश्वर, आमीन हालेलुया। इन सब बातों को तेरे हाथों में सौंपते पिता परमेश्वर, सुन और ग्रहण कर पिता, आमीन। ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, നല്ല പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ആദ്യ പിതാക്കന്മാർ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചതുപോലെ ഇന്നത്തെ പകൽക്കാലം കർത്താവേ ദിവസം നീ കടന്നു വരുവാൻ സഭയായ അടിയങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തുതിക്കുന്ന കർത്താവേ. ഇന്നത്തെ പകൽക്കാലത്തെ ആരാധന എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ ജനത്തെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് കർത്താവേ ഒരു അനുഗ്രഹത്തിൻ്റെ പകൽക്കാലമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധന ഏറ്റവും ഹല്ലേലൂയ സ്തോത്രം എല്ലാ ഘടകങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു തക്ക സമയത്ത് ക്ഷമത്തോടെ കടന്നു വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവമേ അവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. ദൈവത്തിൻ്റെ ദാസനെ കുടുംബമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമായവരെ സഹായിക്കണമേ. ദേവദാസനെ കർത്താവേ ഹല്ലേലൂയ വചനത്തിൽ സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങൾക്ക് ആവശ്യമായ ദൈവവചനം സംസാരിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് നൽകി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. കടന്നു വന്ന ദേവദാസനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കണമേ കർത്താവേ. അടിയങ്ങളോടൊപ്പോൾ ആരാധന കർത്താവേ ദേവദാസൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. അവരുടെ സ്കൂളിൽ കർത്താവേ പോക്കിൽ വരവിൽ യാത്രയിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യ കൃപയും കൂടി ഇരിക്കണമേ. കുഞ്ഞുങ്ങൾ എക്സാം നടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ദൈവം അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം നിങ്ങളുടെ യുവജനങ്ങളെ എല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ദൈവത്തോട് കൂടുതൽ ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവരെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം എല്ലാവരെയും പേരുപേരായി കർത്താവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ കർത്താവ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവിടുന്ന് ഇടയാക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പാട്ട് പ്രാർത്ഥന കർത്താവേ ഹല്ലേലൂയ വചന ശുശ്രൂഷ എല്ലാം ദൈവത്തിൻ്റെ കർത്താവേ നാമം മഹത്വപ്പെടുവാൻ ഇടയാക്കണമേ. നല്ല സാക്ഷ്യങ്ങളെ നിങ്ങൾക്ക് തരണം കർത്താവേ ഹല്ലേലൂയ. ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുവാൻ തക്കവണ്ണം വലിയവനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടുന്ന് കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സ്തോത്രം. കർത്താവേ ഇന്നത്തെ ആരാധനയിൽ ആരെങ്കിലും രോഗികളായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ കടന്നു പോകുമ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് കടന്നു പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കർത്താവേ ഹല്ലേലൂയ സൗരിസ്വരങ്ങൾ കർത്താവേ രോഗത്തിലായിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, കഷ്ടത്തിലായിരിക്കുന്ന, പ്രയാസത്തിലായിരിക്കുന്ന അനേകരുണ്ട് കർത്താവരെയൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്ന സൗരിസ്വരങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവരെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ഡ്യൂട്ടിയോടുള്ള ബന്ധത്തിൽ കടന്നു പോയിരിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നന്ദിയോടെ സ്തോത്രം. അടിയങ്ങളോടൊപ്പം ആരാധിച്ചിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിരിക്കുന്ന നിങ്ങളുടെ സൗരസ്വരങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ഏറ്റവും കർത്താവേ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹം വിടുതലുമായി തീരുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കർത്താവേ പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഈ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ മുഴങ്കാൽ മടക്കുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ, തിരുസന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് കർത്താവേ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു അവസരം കൂടി തന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുവല്ലോ നാഥ കർത്താവേ. ഈ പ്രഭാതത്തിൽ കർത്താവേ ഹല്ലേലൂയ അനേകർ കർത്താവേ ഹല്ലേലൂയ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടല്ലോ നാഥ. അനേകർക്ക് കർത്താവേ അവസരം ലഭിക്കാതെ പോയല്ലോ കർത്താവേ. അങ്ങ് ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് കടന്നു വന്ന് കർത്താവേ പിന്നെയും അങ്ങയെ സ്തുതിക്കുവാൻ, പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയ അങ്ങയുടെ കൃപകൾ
വാക്കുകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുവല്ലോ നാഥ കർത്താവേ. പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തി കർത്താവേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തി കർത്താവേ. ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവല്ലോ നാഥ കർത്താവേ. ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങൾ കർത്താവേ, നല്ല സാക്ഷ്യങ്ങൾ കർത്താവേ, നല്ല വചനങ്ങൾ കൊണ്ട് കർത്താവേ സ്വർഗ്ഗം ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുവല്ലോ നാഥ. ആത്മാവിൽ കർത്താവേ ഹല്ലേലൂയ. ഇന്നത്തെ യോഗമെല്ലാം ആയിരിക്കാൻ സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവല്ലോ നാഥ കർത്താവേ. സ്വർഗം അത് നിയന്ത്രിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഒരുമിച്ച് ഞങ്ങൾക്ക് ഇന്ന് അനുഗ്രഹത്തോടെ കടന്നു പോകുവാൻ കർത്താവേ, ആത്മാവിൽ ആരാധിപ്പാൻ കർത്താവേ, ആത്മാവിൽ പാടുവാൻ കർത്താവേ, ആത്മാവിൽ കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ വചനങ്ങളുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവേ തൻ്റെ ദാസന്മാരെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുവല്ലോ നാഥ. അത് കർത്താവേ ഞങ്ങളുടെ മനസ്സിന്, ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കർത്താവേ രൂപാന്തരം വരുത്തുന്നതായി കർത്താവേ ഹല്ലേലൂയ, മാറ്റങ്ങൾ വരുത്തുന്നതായി, അഭിഷേകങ്ങൾ വരുത്തുന്നതായി ഹല്ലേലൂയ ദിനമാക്കി ഇന്ന് മാറ്റേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവല്ലോ നാഥ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നുള്ള വചനപ്രകാരം കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ മക്കളായ അടിയങ്ങൾ കർത്താവേ തിരുസന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവേ ഞങ്ങളുടെ കുറവുകൾ ഓർക്കല്ലപ്പാ, ഞങ്ങളുടെ കുറ്റങ്ങൾ ഓർക്കരുത് എന്ന് തിരുസന്നിധിയിൽ ഞങ്ങൾ നിലവിളിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റി കർത്താവേ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ നിഷ്കളങ്കതയോട്, നിർമ്മലതയോട്, വേർപാടോട്, വിശുദ്ധിയോട് നിൽപ്പാൻ കർത്താവേ ഓരോ ദിവസവും കർത്താവേ അങ്ങയോട് അടുത്ത് നിൽപ്പാൻ, ചേർന്ന് നിൽപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി സ്വർഗം മാറ്റണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ കർത്താവേ ഹല്ലേലൂയ 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 ഈ സമയം കർത്താവേ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അങ്ങ് മാറ്റുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നുവല്ലോ നാഥ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ദൈവസന്നിധിയിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 8-ാമത്തെ സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്താം. അവസാന 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. Psalms 8. We can read responsively. Hallelujah. Praise the Lord. സ്തോത്രം. 8-ാം സങ്കീർത്തനം വായിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാ കാട്ടിലെ മൃഗങ്ങളെയും ഒക്കെയും ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനത്തെ വഹിച്ചുകൊണ്ട് ബ്രദർ ബോവസ് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം, അതേ ആത്മാവിനാൽ സത്യങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ ബോവസ് ശബ്ദമുയർത്തി ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ. ഞങ്ങളെ സഹായിച്ചവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവേ നിങ്ങളെ കാത്തു പരിപാലിച്ചുള്ള കർത്താവേ, അനേകർ കർത്താവേ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടുള്ള രോഗികളായി തീർന്നപ്പോൾ കർത്താവേ ഒരു പ്രാവശ്യം കൂടെ കർത്താവേ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം സഹായിച്ചവൻ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. പാട്ടുകൾ പാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയില്ല കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്നുള്ള ഹല്ലേലൂയ സ്തോത്രത്തെ സങ്കീർത്തനത്തിലുള്ള ധ്യാനം കർത്താവേ അടിയങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം കർത്താവേ. എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ആത്മീയ വർധനയ്ക്ക് കാരണമാക്കി തീർക്കണം കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ട ഹല്ലേലൂയ ആത്മീയ മന്ന വർദ്ധ നൽകുവാൻ ദൈവമേ ഹല്ലേലൂയ ദാസനെ ബലപ്പെടുത്തണം കർത്താവേ. തുടർന്ന് നടക്കുന്ന ഹല്ലേലൂയ പാട്ട്, പ്രാർത്ഥന, ആരാധന എല്ലാം ദൈവത്തിന് ഹല്ലേലൂയ ഹിതപരമായി തീരുവാൻ ദൈവം സഹായിക്കണം. എല്ലാ വിഷയങ്ങളും അപ്പച്ചാത്തുക്കരങ്ങളിൽ തന്നെ പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. യേശു നാമം ചോദിക്കുന്നു കൃപയുടെ കേട്ട് ഉത്തരവരണമേ. ആമേൻ, ആമേൻ. വാഴ്ത്തിടാം പുകഴ്ത്തിടാം വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം പുകഴ്ത്തിടാം വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ഓ വാഴ്ത്തിടാം
യേശുവെ സ്തുതിച്ചിടാം. ചേച്ചിൽ കിടന്ന എന്നെ നേടിയെടുത്ത യേശുവൻ കരങ്ങളെ ഓർത്തിടാം. പാപത്തിനധികനായി വീണിടാതെ താങ്ങിയ കരങ്ങളെ ഓർത്തിടോ. ചേച്ചിൽ കിടന്ന എന്നെ നേടിയെടുത്ത യേശുവൻ കരങ്ങളെ ഓർത്തിടാം. പാപത്തിനധികനായി വീണിടാതെ താങ്ങിയ കരങ്ങളെ ഓർത്തിടോ. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. യേശുവിൻ സ്നേഹത്തിൽ ആനന്ദിക്കാം. ഗാനമികെ തുടർമത് കർത്തനെ സ്തുതിക്കുന്ന ആസന്നമായി ഉല്ലസിക്കാം, നമുക്ക് ആനന്ദിക്കാം. യേശുവിൻ സ്നേഹത്തിൽ വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ശത്രുവിൻ കോട്ടയാകപ്പെടാതെ സൂക്ഷിച്ച കർത്തനെ സ്തുതിച്ചിടാം. രോഗങ്ങൾ കഴിയാൻ മാറിടാതെ സൂക്ഷിച്ച കർത്തനെ കോട്ടയാകപ്പെടാതെ സൂക്ഷിച്ച കർത്തനെ സ്തുതിച്ചിടാം. രോഗങ്ങൾ കടിമയായി മാറിടാതെ സൂക്ഷിച്ച കർത്തനെ പുകഴ്ത്തിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ലോകമെല്ലാം എന്നെ കൈവിട്ടപ്പോൾ കൈപിടിച്ചവന് കർത്തനല്ലോ. എൻ പാപങ്ങളെ ശുദ്ധി ചെയ്യുവാനായി ക്രൂശിൽ പിടഞ്ഞവൻ കർത്തനല്ലോ. ലോകമെല്ലാം എന്നെ കൈവിട്ടപ്പോൾ കൈപിടിച്ചവന് കർത്തനല്ലോ. എൻ പാപങ്ങളെ ശുദ്ധി ചെയ്യുവാനായി ക്രൂശിൽ പിടഞ്ഞവൻ കർത്തനല്ലോ. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ഓ വാനമികെ നുകർന്നമത് കർത്തനെ സ്തുതിക്കുന്ന ആസന്നമായി ഉല്ലസിക്കാം, നമുക്ക് ആനന്ദിക്കാം. യേശുവിൻ സ്നേഹത്തിൽ ആനന്ദിക്കാം. വാനമികെ നുകർന്നമത് കർത്തനെ സ്തുതിക്കുന്ന ആസന്നമായി ഉല്ലസിക്കാം, നമുക്ക് ആനന്ദിക്കാം. യേശുവിൻ സ്നേഹത്തിൽ ആനന്ദിക്കാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ശത്രുവിൻ കോട്ടയിലകപ്പെടാതെ സൂക്ഷിച്ച കർത്തനെ സ്തുതിച്ചിടാം. ഭൂതങ്ങൾ കടിമയായി മാറിടാതെ സൂക്ഷിച്ച കർത്തനെ പുകഴ്ത്തിടാം. ശത്രുവിൻ കോട്ടയിലകപ്പെടാതെ സൂക്ഷിച്ച കർത്തനെ സ്തുതിച്ചിടാം. ഭൂതങ്ങൾ കടിമയായി മാറിടാതെ സൂക്ഷിച്ച കർത്തനെ പുകഴ്ത്തിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. വാഴ്ത്തിടാം, പുകഴ്ത്തിടാം, വല്ലഭനേശുവെ സ്തുതിച്ചിടാം. ലോകമെല്ലാം എന്നെ കൈവിട്ടപ്പോൾ കൈപിടിച്ചവൻ
യേശുവേ സ്തുതിച്ചിടാം വാഴ്ത്തിടാം പുകഴ്ത്തിടാം വല്ലഭനേശുവേ സ്തുതിച്ചിടാം വാഴ്ത്തിടാം പുകഴ്ത്തിടാം വല്ലഭനേശുവേ സ്തുതിച്ചിടാം വാഴ്ത്തിടാം പുകഴ്ത്തിടാം വല്ലഭനേശുവേ സ്തുതിച്ചിടാം വാഴ്ത്തിടാം പുകഴ്ത്തിടാം വാനമേകെ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ പോവുകയാണല്ലോ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവല്ലോ എന്ന് നമ്മൾ അറിയുന്നല്ലോ. കർത്താവെ, നിന്റെ മഹാനായ ദൈവം, എൻ്റെ മഹാനായ ദൈവം കർത്താവെ സ്തുതിക്കുന്നു, महत्वപ്പെടുത്തുകയും ചെയ്യുന്നു. हालेलुया. हमारे जीवन में परमेश्वर की वापस आने वाला है और हम उस एक आराधना के उस मोड में रहे. हालेलुया. जिस प्रकार कल पासवान ने बोला कि हम अपनी आराधना को सिर्फ एक आके गा के जाने के लिए नहीं है, परंतु पूरी तरीके से प्रभु की महिमा करने के हम योग्य बन सके, हम उस तत्पर रह सके, हम पूरे उस समय में जा सके कि पूरी आराधना के पूरी मन के साथ उसकी स्तुति और महिमा कर सके. हालेलुया. ये गीत गाकर प्रभु की महिमा गाएंगे और प्रभु की स्तुति करेंगे. यीशु मसीह भरोसा मेरा, तू ही सहारा है मेरा, मुश्किल समय में तू ही दिलासा, साथ रहेगा तू सदा. यीशु मसीह भरोसा मेरा, तू ही सहारा है मेरा, मुश्किल समय में तू ही दिलासा, साथ रहेगा तू सदा. करुणा भलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र भर, मैं हाथ उठाकर यीशु तेरा नाम रहे ऊंचा, मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा. और से है बचाया तूने,
महिमा से मुझको भर दिया, मौत से है बचाया तूने, जीवन नया है दे दिया। नाम लेकर पुकारा मुझे, महिमा से मुझको भर दिया। करुणा भलाई तेरी सदा रहेगी मुझ पर, तेरी विश्वास योग्यता देखूंगा मैं उम्र भर। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। आदर और महिमा हो तेरी, तू ही हमारा खुदा। पूरी हो तेरी ही मर्जी, आए तेरा राजा। आदर और महिमा हो तेरी, तू ही हमारा खुदा। पूरी हो तेरी ही मर्जी, आए तेरा राजा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। हालेलुया। मैं हाथ उठाकर गाऊंगा, यीशु तेरा नाम रहे ऊंचा। यीशु तेरा नाम रहे ऊंचा। यीशु तेरा नाम रहे ऊंचा। यीशु तेरा नाम ऊंचा रहे प्रभु जी, तेरी महिमा और तेरे नाम की स्तुति हो सके प्रभु जी, हम यही प्रार्थना करते हैं। हालेलुया। हे परमपिता परमेश्वर, इस सुंदर अवसर के लिए हम तेरा धन्यवाद करते हैं कि जो तूने ये समय दिया है हमें तेरे सम्मुख आके आराधना करने में प्रभु जी। जिस प्रकार हमने गीत में गाया प्रभु जी, तेरा समय बाद बहुत निकट है और प्रभु जी हम आग्रह करते हैं कि हम उस समय के समय हम तेरे पास आ सके प्रभु जी, और हम प्रभु जी पूरे दिल से महिमा करते हैं, तेरे नाम को ऊंचा करते हैं प्रभु जी। सारा आदर महिमा जलाल तुझको समर्पित करते हैं प्रभु जी। वचन के द्वारा प्रभु के दास द्वारा सुनने वाले वचन के लिए हम प्रार्थना करते हैं प्रभु जी, वो भी तू आशीष से भरना प्रभु जी, हम ये प्रार्थना करते हैं। सारा आदर महिमा जलाल तुझको समर्पित करते हैं, यीशु मसीह के नाम से मांगते हैं, सुन और ग्रहण कर पिता परमेश्वर। Praise the Lord. Hallelujah. Praise the Lord. Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെടുന്നതുമായ നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിങ്കൽ ഒരു പ്രാവശ്യവും കൂടെ കർത്താവിന് സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്തുകൊണ്ട്
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസനിലായിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും, വിശേഷാൽ കർത്താവിൻ്റെ വലിയദാസൻ പാസ്റ്റർ കെ എ ജോർജ് അവർകൾ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ആയിരിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദേവദാസനെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്ക് പരിചയം പലകയുമായിരുന്നു. ആപത്തുകളും അനർത്ഥങ്ങളും പതിയിരിക്കുന്ന ദുഷ്ടലോകത്തിൽ ഒരു കോഴി എപ്രകാരമാണോ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നതോ ആ നിലയിൽ കർത്താവ് നമ്മെ പരിപാലിച്ചു. ഹല്ലേലൂയ. അവൻ്റെ മഹാകരുണയും ദയയും നമ്മുടെ മേലുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് പകൽ നാം ദൈവസനിലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ നിശ്ചയമായും സഹായിക്കട്ടെ. ദൈവകൃപ ധാരാളമായി നമ്മുടെ മേൽ പകരുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു കോട്ടേജ് മീറ്റിംഗ് ഇന്നലെ രാത്രി കർത്താവ് നമുക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് സാവകാശമൊരുക്കി. സഹോദരി സമാജ മീറ്റിംഗ് ഉണ്ട്. കർത്താവിൻ്റെ വലിയ ദാസൻ എന്ന പകൽക്കാലം നമ്മുടെ നടുവിലുണ്ടല്ലോ. ചില കാര്യങ്ങൾ മാത്രം വായിച്ച് സങ്കീർത്തനത്തിൽ നിന്ന് ഓർപ്പിച്ച് ദൈവത്തിൽ ഇരിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. 8-ാമത്തെ സങ്കീർത്തനമാണ് നാം വായിച്ചത്. ദാവീദിൻ്റെ സങ്കീർത്തനമെന്ന് ഇവിടെ ഓർപ്പിക്കുന്നു. നമുക്കതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. സ്തോത്രം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സ്തോത്രം. ഒരു ചോദ്യമാണ്. ഞങ്ങളുടെ, ഇന്നലെ നാം വായിച്ചത് എൻ്റെ എന്ന് ദാവീദ് പറയുന്നു. ഇപ്പോൾ ദാവീദ് പറയുന്നത് ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അതിൻ്റെ കാരണം തിരിച്ചറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ നാം ഒന്ന് പഠിക്കണം. സ്തോത്രം. പ്രപഞ്ചത്തെ നാം ഒന്ന് പഠിക്കണം. സ്തോത്രം. ദൈവം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന്. സ്തോത്രം. നമുക്കറിയാം, മാനുഷികമായി നാം ചിന്തിക്കുകയാണെങ്കിൽ ടെക്നോളജി വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ലോകം മുഴുവനും ഒരു ചെറിയ മൊബൈലിനകത്ത് നമ്മുടെ കരങ്ങളിൽ എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിലും പരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം തിരിച്ചിവിടെ എത്തും മുമ്പ് പാലം ഒലിച്ചുപോയി. ടെക്നോളജി വർദ്ധിച്ചു, പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. മനുഷ്യനുണ്ടാക്കിയത്. എന്നാൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ദൈവം എത്ര മനോഹരമാക്കിയാണ് നിർത്തിയിരിക്കുന്നതെന്ന് അത് മനസ്സിലാകണമെങ്കിൽ 19-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കുമ്പോൾ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാ. നമുക്കിതിനൊന്നും പറ്റത്തില്ല. നമ്മൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ ഫാറ്റി ലിവറും സ്റ്റണ്ട് ഇട്ടിരിക്കുന്ന ഹാർട്ടും അതുപോലെ തന്നെ ഷുഗർ പിടിച്ചിരിക്കുന്ന പാൻക്രിയാസും ഒക്കെ ഇതെല്ലാം കൂടെ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ബീജത്തിൽ നിന്നല്ലേ ഉരുവായി വന്നത്. സ്തോത്രം. അതെല്ലാം ദൈവം എത്ര മനോഹരമായിട്ട് നമ്മുടെ അകത്ത് സൃഷ്ടിച്ചു. സമയങ്ങളിൽ അത് വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലൊരു ശാസ്ത്രജ്ഞൻ പറഞ്ഞത് 25 ഏക്കറിൽ 25 നിലയുള്ള 25 കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ ശരീരാവയവങ്ങളെ തുറന്നു വെച്ച് പഠിക്കുവാൻ കൊണ്ട് സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിശാലത മനുഷ്യന് വേണം. പക്ഷെ ദൈവം ഇതെല്ലാം കൂടെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ചെറിയ ശരീരത്തിൽ 5 അടി 5 ഇഞ്ചോ 6 7 ഇഞ്ചിൽ അത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതൊക്കെ നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ എത്രത്തോളം ദൈവത്തെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. അതാ സങ്കീർത്തനക്കാരനോട് ഓർപ്പിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം വായിക്കാം. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുകയാണ്. സ്തോത്രം. നമ്മളെപ്പോഴും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ കഴിവുള്ളവർ പലതും കണ്ടിട്ട് നിന്നു പോകാറുണ്ട്.
കാര്യം എന്താ? ഇതിൻ്റെ പിന്നിൽ മനുഷിക കരങ്ങൾ അല്ലെങ്കിൽ മനുഷ്യൻ കൃത്രിമമായി ഉണ്ടാക്കിയിരിക്കുന്നതാണോ എന്ന് ചിന്തിക്കത്തക്ക നിലയിൽ അത്രയും ഭംഗിയോടെയാണ് പലയിടത്തും ദൈവം കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നാൽ ചിലർക്ക് അത് ആസ്വദിക്കുവാനുള്ള കഴിവില്ല. ആസ്വദിക്കുവാനുള്ള കഴിവില്ലാത്ത മനുഷ്യരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരിക്കൽ ഒരു സഹോദരൻ നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ അദ്ദേഹം ഒത്തിരി ഉപകാരം നാട്ടിൽ വെച്ച് ചെയ്തതുകൊണ്ട് ആ സഹോദരനെയും കൊണ്ട് നമ്മുടെ സ്നേഹിതൻ ആഗ്ര കാണാൻ വേണ്ടി പോയി. താജ്മഹൽ, ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ കാണാൻ വേണ്ടി ചെന്ന് അവിടെ ചെന്നപ്പോൾ പറയുമോ, ഓ ഈ കെട്ടിടം കാണാനാണ് ഇവിടത്തോളം വന്നത്, ഇതിലും നല്ലത് നാട്ടിലുണ്ടായിരുന്നെന്ന്. അപ്പോൾ അതിൻ്റെ ഭംഗി എന്താണെന്ന് പറയുവാൻ അദ്ദേഹത്തിന്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനുള്ള, അതിനകത്ത് എത്രയും മനോഹാരിത കാണുവാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ലാതെ പോകുന്നു. അതിൽ പതിപ്പിച്ചു വച്ചിരിക്കുന്ന കല്ലുകൾ, അതിനകത്ത് ഡിസൈനുകൾ, അത് ഏതെല്ലാം രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ട് എത്രയോ കുടുംബങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്നുള്ളത് തിരിച്ചറിവ് അദ്ദേഹത്തിന് ലഭിക്കാതെ പോകുന്നു. ഇതുപോലെയാണ് പലപ്പോഴും നാമും ഹല്ലേലൂയ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ എത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുക. അതവിടെ വാക്യം വായിക്കുന്നത്, അതിൻ്റെ അഞ്ചാമത്തെ വാക്യം വായിച്ചാട്ടെ. അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന എട്ടാം അധ്യായത്തിൽ 8-ാം സങ്കീർത്തനത്തിൽ, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യനോടുള്ള ബന്ധത്തിൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഇതൊരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കായി വായിച്ച വാക്യം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. ഇംഗ്ലീഷിലൊന്ന് വായിച്ചിട്ടാ വാക്യം. മതി. You made them little lower than the angels. ദൈവത്തെക്കാളല്ല, പിന്നെ ദൂതന്മാരെക്കാൾ. അത് വിശുദ്ധനായ പൗലോസ് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ബുക്ക് ഓഫ് ഹീബ്രൂ ചാപ്റ്റർ 2 വേർഡ്സ് 7 onwards. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സ്തോത്രം. ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ വായിച്ച വാക്യം എന്തായിട്ടാ പറയുന്നത് പൗലോസ്? ഒരുവൻ അവനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? സാക്ഷ്യം പറയുന്നു. എന്ത്? നീ മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അപ്പോൾ അപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത് ഒരു ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ. നമ്മൾ ദൈവത്തെക്കാളല്ല, പിന്നെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുകയാ. സ്തോത്രം. ദൈവമക്കൾ, ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന വിധങ്ങളെയാണ് നാം ഓർക്കേണ്ടത്. സ്തോത്രം. കാരണം ഈ മാനുഷികമായ പ്രവൃത്തികളെ ഇതെല്ലാം തീർന്നു പോകുന്നതാ. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവം നമ്മൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന് നമ്മോടുള്ള കരുണയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ദൈവ സൃഷ്ടിയായ ദൂതന്മാർ, കാര്യമെന്താ? പ്രവചന പുസ്തകത്തിൽ വായിക്കുമ്പോൾ അവർ ചിറക് വിടർത്തി പറക്കുന്നവർ. അവരുടെ ചിറകുകൾ വിടർത്തുമ്പോൾ തന്നെ എന്താ മനോഹരമായ സൗണ്ടുകൾ അതിൽ നിന്ന് വരുമായിരുന്നു. സ്തോത്രം. അതിൽ നിന്ന് വലിയ വ്യത്യാസമില്ലാതെയാണ് നമ്മെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടോ, ഈ ദൂതന്മാർ ദൈവസനിൽ എന്ത് ചെയ്യുക? സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർച്ചുകൊണ്ട്, അല്ലേ? സാറാഫുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം വന്ന് ചുമ്മാതെ ഇരിക്കുക പലപ്പോഴും, അല്ലേ? വേണ്ട വിധത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല.
ഞാൻ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, ആത്മാവിൽ ആരാധിച്ചിട്ട് എത്ര നാളുകളായി? പ്രൈസ് ദി ലോർഡ്. വിശുദ്ധനായ പൗലോസ് ലേഖനത്തിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്ത ഒരു സമൂഹം എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ നടുവിലുണ്ട്. അവർ വന്ന് വെറുതെ നിന്ന് കരുത്തുള്ളൂ, വേണേ എന്ത് ചെയ്തോളണം. അങ്ങനൊരു സാഹചര്യം. എന്താ ദൈവമക്കളെ അങ്ങനെ സംഭവിക്കുന്നേ? നമുക്കത് കാണുവാൻ കഴിയുന്ന ഒറ്റൊരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ മാത്രമേ ഉള്ളൂ. ആരാത്? ബ്രദറുകാർ അല്ലേ? ബ്രദറുകാരുടെ ഇടയിൽ ഒറ്റ ഒരു പെന്തിക്കോസുകാരെ കാണാൻ പറ്റത്തില്ല. ബ്രദറുകാരുടെ ചർച്ചയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഒറ്റ പെന്തിക്കോസുകാരനെ ആത്മാവിൽ ആരാധിക്കുന്നത് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഇടയിൽ ആരുണ്ട്? ബ്രദറുകാരുണ്ട്. വന്നിരിക്കത്തേ ഉള്ളൂ. ഒരു ഗുണമില്ല, ഒരു ഗുണമില്ലാതെ. ദൈവത്തിനും ഉണ്ടാകത്തില്ല, ദൈവസഭയ്ക്കും ഉണ്ടാകത്തില്ല. ചുമ്മാ വന്ന് നിൽക്കും. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കൈകൾക്ക് നമുക്ക് കൈ തന്നതൊക്കെ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി കൂടിയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു പക്ഷേ ഇതൊരു അപശബ്ദമായിട്ട് തോന്നിയാലും ഇതിൻ്റെ നമ്മുടെ കരങ്ങൾ തമ്മിൽ അടിക്കുമ്പോൾ ദൈവത്തിന് മനോഹരമായൊരു ഗാനം കേൾക്കുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ദാവീദ് പറയുന്ന 10 കമ്പിയുള്ള വീണ കൊണ്ട്, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വീണയാണിത്. സ്തോത്രം. ഇതൊന്ന് തമ്മിലടിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ് സൂചിപ്പിച്ച പോലെ കൊതുകിനെ അടിക്കാനും കുഞ്ഞുങ്ങളെ അടിക്കാനും മാത്രമല്ല, നമ്മൾ തമ്മിലൊന്ന് അടിച്ച് ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കരങ്ങളെ തമ്മിലൊന്ന് അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനും കൂടി വേണ്ടിയാണ് ദൈവം നമുക്ക് കരങ്ങളെ തന്നിരിക്കുന്നത്. സ്തോത്രം. ഞാനൊന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ 2 അടി അടിക്കും. ഞാനിങ്ങോട്ട് തിരിയുമ്പോൾ അവർ പിന്നെയും പോകും. അത് ഞാനിങ്ങനെ നടക്കുന്ന ആരാധനക്ക്, അത് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അവിടത്തോളം ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ 2 അടി അടിക്കും. ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോൾ പിന്നെ പോകുക. സ്തോത്രം. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, മാതാപിതാക്കൾ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളെ കരങ്ങളടിപ്പിച്ച് അവരെ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി കരേറ്റുവാൻ പഠിപ്പിക്കണം. സ്തോത്രം. ഭാഗത്തേക്ക് നമുക്ക് മടങ്ങി വരാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായം 26-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. 7-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. മതി മതി. നാം വായിച്ച സങ്കീർത്തനത്തിന് 1-ാം വാക്യത്തോട് ചേർന്നാണ് നാം ഈ ഭാഗം വായിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. അപ്പോൾ ഭൂമിയിൽ ദൈവനാമം ശ്രേഷ്ഠമാക്കുവാൻ ഇവിടെ വാക്യം വായിച്ചത്, ഇങ്ങനെയുള്ള മഹാപുരോഹിതനെയല്ലോ നമുക്ക് വേണ്ടിയത്. എങ്ങനെയുള്ളവൻ? പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. സ്വർഗത്തിന് പ്രത്യേകത ഒന്നുമില്ല, പക്ഷെ നമ്മുടെ കർത്താവ് ഉള്ളത് കൊണ്ട് അത് പ്രത്യേകതയുള്ളതായി മാറിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. നമ്മുടെ ദൈവത്തെ നാം വിളിക്കുവാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്നയോളം നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉണ്ട്, ഇല്ലേ? അതാ സന്തോഷം എന്ന് പറയുന്നത്. സ്തോത്രം. നമുക്കറിയാം, കൊറോണ വന്നപ്പോൾ പല ദൈവങ്ങളും ക്വാറന്റൈനിലേക്ക് പോയി. അവരുടെ വിശ്വാസികളൊക്കെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. ദൈവം ഇപ്പോൾ വാക്സിനേഷൻ എടുക്കാൻ ക്യൂ നിൽക്കുക. മാനുഷിക ദൈവങ്ങൾ പലയിടത്തും ഉടലെടുത്തു. സ്തോത്രം. എന്നാൽ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെയും നിങ്ങളെ സംരക്ഷിക്കേണ്ടതിനായി, എന്നെയും നിങ്ങളെയും കരുതേണ്ടതിനായി, എന്നെയും നിങ്ങളെ സൂക്ഷിക്കേണ്ടതിനായി അവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുന്നവനായി കൂടെ ഇരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവൻ ഉന്നതനാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെയാണ് ഇന്ന് പകൽ ആരാധിക്കുവാൻ നാം കൂടി വന്നിരിക്കുന്നത്. സ്തോത്രം. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നു, ദൈവത്തിന് സ്തോത്രം, 148-ാം സങ്കീർത്തനം അതിൻ്റെ 13-ാമത്തെ വാക്യം. സാംസ് 148 verse 13. 148:13. ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ, അവന്റെ നാമം മാത്രം ഉയർന്നിരിക്കുന്നത്.
അവന്റെ മഹത്വം ഭൂമിക്കും ആകാശത്തിനും മേലായിരിക്കുന്നു. ഇവിടെ വായിക്കുന്നു, ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ആരൊക്കെയും? നാം അതിന് മുൻപോട്ടുള്ള ഓരോ വാക്യങ്ങളും എടുത്ത് വായിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ആറും പുഴയും നദിയും കുന്നുകളും പർവ്വതങ്ങളും ബലവാന്മാരും ബാലന്മാരും യുവതികളും യുവാക്കളും വൃദ്ധന്മാരും എന്ന് പറഞ്ഞ ഏകദേശം 30 കൂട്ടം, 30 ലിസ്റ്റ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് ഞാനും നിങ്ങളും ആ വാക്യം മാത്രമൊന്ന് നമുക്ക് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 11, 12 വാക്യങ്ങൾ. ഭൂമിയിലെ രാജാക്കന്മാരും സകല വംശങ്ങളും ഭൂമിയിലെ പ്രഭുക്കന്മാരും സകല ന്യായാധിപന്മാരും യുവാക്കളും യുവതികളും വൃദ്ധന്മാരും ബാലന്മാരും ഇവരൊക്കെയും യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ഈ ഗണത്തിൽപ്പെട്ടവർ ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്തോളണം? ദൈവത്തെ സ്തുതിച്ചോളണം. അല്ലാത്തവരെന്ത് ചെയ്യണ്ട? സ്തുതിക്കണ്ട. അപ്പം നാം ദൈവസന്നിധിയിൽ വരുന്ന ദൈവത്തെ സ്തുതിക്കുവാനാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്, നാം സ്തുതിച്ചില്ലെങ്കിൽ നമ്മുടെ ദൈവം ഒരു ആരാധന കൊതിയനല്ല, പക്ഷെ അവൻ അതിന് യോഗ്യനാ. അത് നാം ചെയ്യാതിരിക്കുമ്പോഴാ പ്രകൃതി എന്ത് ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിപ്പാൻ എഴുന്നേൽക്കുന്നത്. പക്ഷെ അതേത് രൂപത്തിലായിരിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. അമേരിക്കയിലാണെങ്കിൽ കത്രീന എന്നും ട്രീസ എന്നും ഒക്കെ പേരിട്ട് അവരങ്ങ് കൊടുക്കുക. നമ്മുടെ പിന്നെ ഇവിടെ അങ്ങനെ ആ പേരുകളൊന്നും വരത്തില്ല, ക്രിസ്ത്യൻ പേരൊന്നും വരത്തില്ല. അത് ക്രിസ്ത്യൻ കൺട്രി ആയതുകൊണ്ട് ക്രിസ്ത്യൻ പേരുകളിടുന്നു. ഇവിടെ ഓക്കി എന്നും പിന്നെ അതുപോലുള്ള പേരുകളായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. പ്രകൃതി ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങുമ്പോൾ നാം ഭയപ്പെട്ട് ഒളിച്ചിരിക്കേണ്ടതായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. അതിനേക്കാൾ നല്ലത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്, ഹല്ലേലൂയ, നമ്മുടെ അധരങ്ങളെ തുറന്നുകൊണ്ട് ഹല്ലേലൂയ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ അതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയത്. സ്തോത്രം. ഒരു വലിയ നന്മയും പേരെടുത്ത് പറയത്തക്ക കിട്ടിയില്ലെങ്കിൽ പോലും ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. അത് മതി. കാരണം എന്താണെന്നറിയാമോ? നമുക്കൊക്കെ ഓക്സിജൻ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുക, അതുകൊണ്ട് അതിന് വിലയില്ല. ഇത് കാശ് കൊടുത്ത് മേടിക്കുന്നവരുണ്ട് അല്ലേ? ഏതെങ്കിലും ഒരു ICUലോട്ടൊന്ന് കയറി നോക്കട്ടെ, ഓക്സിജൻ മാസ്ക് ഒന്നും എടുത്ത് വെച്ച് അവരുടെ മെഷീൻ അവർ പറയുന്നു സ്റ്റേബിൾ എന്ന് കണ്ടു കഴിയുമ്പോൾ അവരത് മാറ്റി പുറത്തേക്ക് വരുമ്പോൾ നമുക്കൊരു ഉന്മേഷമാണ്. പക്ഷെ ബില്ല് കാണുമ്പോൾ കിട്ടിയതും കൂടി പോകും. ആ ഓക്സിജൻ്റെ ബില്ല് ഒന്ന് കണ്ടു കഴിയുമ്പോൾ ഇനി ഏത് ബാങ്കിൽ പോയാൽ ലോൺ എടുക്കേണ്ട ഈ ബില്ലടക്കാനായിട്ട്. എന്നാൽ ഈ പ്രായം വരെ നമുക്ക് ആ ഓക്സിജൻ നൽകി തന്ന ദൈവത്തിന് ഒന്ന് സ്തുതിക്കുവാൻ മാത്രമേ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നുള്ളൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമുക്കതിന് മാത്രം സമയമില്ല, നമുക്ക് സമയമില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദിവസങ്ങളിൽ ദൈവമക്കളെ ഹല്ലേലൂയ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ആ ശ്രേഷ്ഠനാമത്തെ സ്തുതിച്ചുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ അവസാന വാക്യവും അത് തന്നെ ഓർപ്പിക്കുന്നു. ഒന്നുകൂടെ ആ വാക്യം വായിച്ചു നിർത്താം. സങ്കീർത്തനക്കാരൻ തുടക്കം വായിക്കുന്ന ഭാഗം തന്നെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ശ്രേഷ്ഠതയുള്ള ആ നാമത്തെ മഹത്വപ്പെടുത്തി വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നടത്തുവാൻ സ്വർഗത്തിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ വേഗത്തിൽ മുൻപോട്ട് കടന്നു വന്നാട്ടെ. സ്തോത്രം. പഠിച്ചിരിക്കുന്ന മെമ്മറി വേർഡ്സ് വേഗത്തിൽ എല്ലാവർക്കും പറയാം. സ്തോത്രം. Lord, I lift your name on high. Lord, I love to sing your praises. I'm so glad you're in my life. I'm so glad you came to save us. You came from heaven to earth to
the cross, my debts to pay. From the cross to the grave, from the grave to the sky, Lord, I lift your name on high. Praise the Lord. I thank the Lord for. Praise the Lord. Thank the Lord for He is good. His love continues forever. Psalms 106 verses 1. Amen. Praise Lord, in the past 1 week, the God was very good to me. He protected me from all possible harms and dangers. In praise of Him, I like to say a verse from the Bible. Psalms 120 verses 1 and 2. In my distress, I cried to the Lord and He heard me. Deliver my soul out from lying lips and from deceitful tongue. Ultimately pay for me and for my spiritual life. During the past 1 week, God was very good to me. He kept me safe from all harms and dangers. In praise of Him, I would like to say a verse from the Bible. John 7 verses 38. Whoever believes in me, as the scriptures have said, rivers of living water will flow from within me. I request our church members to pray for me as my exams are still going on. I thank God for giving me this opportunity to stand before you all in the past 2.5 months. God let us have a great vacation, and I thank God for giving us a safe flight back to India. In praise of Him, I like to recite a verse from the Bible, Psalms 56 verses 3 and 4. When I'm afraid, I put my trust in you, in God whose words I praise. In God I trust, and I'm not afraid. What can these more mortals do to me? Isaiah 16 verses 1. Jerusalem, get up and shine. Your light has come. The glory of the Lord shines on you. Praise the Lord. To obey is better than sacrifice. Amen. Ask, it will be given to you. Matthew 7 verses 7. Amen. Praise Lord, I thank and praise God for this wonderful opportunity that He has given me to stand before you all. And He kept me safe from all harms and dangers. In praise of Him, I would like to tell a memory verse from the Bible. Luke 19 verses 10. For the Son of Man came to seek and save the lost. Amen. Praise Lord. Matthew 22 verse 39. Love your neighbor as you yourself. Thank you. Exodus 15 verse 26. I am the Lord who heals you. Amen. Jesus said, Jesus said, Jesus. The Lord was with Joseph. Genesis 39 verse 2. Amen. Praise Lord. John 3 verse 16. For God so loved the world that He gave His one and only begotten Son, so that whoever believes in Him shall not perish and have eternal life. Thank you. I thank and praise God for giving me such a good opportunity to stand before you all. In the past 2.5 months, I had a great vacation and a safe trip back to India. And I like to cite a verse from the Bible, Psalm 6 verse 1 and 2. Lord, do not rebuke me in your anger, or discipline me in your wrath. Lord, have mercy on me. Lord, I am faint. Heal me, for my bones are in agony.
Praise God, I would like to thank God for this wonderful opportunity that He has given us to stand in His presence. Since the past 1 week, God has kept us safe through arms, troubles and dangers that have come away. And I would like to recite a verse. It is from Psalms chapter 36, verse 5. Thy mercy, O Lord, is in the heavens, and Thy faithfulness reaches the clouds. Amen. Praise the Lord. Last week God was good to me. He protected me from all harms and dangers. In praise of Him, I would like to recite a verse from the Bible, Psalm 72 verses 1 and 2. Endue the king with your justice, O God, the royal son with your righteousness. Let him judge your people in righteousness, your afflicted ones with justice. Amen. I thank you, praise God, for nice subjects and prefer inside the memories from the Bible. Psalms 102 verses 18. Let this be written for a future generation, that the people not yet created praise the Lord. I request all my church and upon my valuable prayers as my exams are still going on. Amen. Praise the Lord. I praise and thank God for giving me this nice opportunity to stand before you all. During the past 1 week, He was good to me and protected me under His mighty wings. Impress Him well, let us hear words from the Bible. Psalms 1 verse 1. Blessed is the man who walks not in the counsel of the ungodly, nor stands in the path of the sinners, nor sits in the seats of the scornful. I request all church members, please pray for me, as on this Wednesday, my first duty is going to begin. Hallelujah. 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 ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും വഴി നടത്തുന്നു. പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ഓർമ്മയും ഉത്സാഹവും ദൈവകൃപയും കർത്താവ് കൊടുക്കുന്നു. അവരുടെ സ്കൂളിലേക്കുള്ള ആഗമനങ്ങളിലെല്ലാം ഇതുവരെയും കർത്താവ് പരിപാലിച്ചു. പഠിപ്പാൻ ആവശ്യമായ ബുദ്ധി, ഓർമ്മ, ഉത്സാഹം ദൈവകൃപ കർത്താവ് കൊടുക്കുന്നതിനോടൊപ്പം അവർ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന പാനീയവും ശ്വസിക്കുന്ന വായുവും ശുദ്ധീകരിച്ചു കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങൾ നടക്കുന്ന എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും കർത്താവ് കുഞ്ഞുങ്ങളെ വിടുവിച്ച് സൂക്ഷിക്കേണ്ടതിനായി പരിപാലിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കോശിയങ്ങൾ ഇപ്പോൾ ശബ്ദം ഉയർത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവർ ദൈവസഭയ്ക്കും മാതാപിതാക്കൾക്കും ദേശത്തിനും ഒരു അനുഗ്രഹമായി ആശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ പ്രിയ കോശിയങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നല്ലൊന്നതിപക്ഷത്തിനുമായി ഞങ്ങൾ സ്വർഗിതാം ദൈവമേ കർത്താവെ, നിങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുമായി കർത്താവിന്റെ പദവീർത്തി ഞങ്ങൾ കടന്നു വരുന്നു കർത്താവെ. അവർ വാക്യം പറവാണ്ട കൊണ്ടൊക്കെ കർത്താവ് അവർക്ക് ദൈവമേ കൃപ കൊടുത്തല്ലോ കർത്താവെ. ദൈവങ്ങളുടെ പഠനത്തിലും കർത്താവെ അവരുടെ ജീവിതത്തിന്റെ വഴികളിലൊക്കെയും ഇത്രത്തോളം കർത്താവ് കാത്തതിനായി ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവിനും ദൈവത്തെ കർത്താവെ ദൈവം മനുഷ്യർക്കും പ്രസാദമുള്ളവരായി ജീവിപ്പാൻ കർത്താവിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. വളരെ ദൈവത്തെ പ്രതിസന്ധി നിറഞ്ഞ ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് കർത്താവെ. ഞങ്ങൾ ദൈവത്തെ കർത്താവെ ദൈവം അഭിമുഖീകരിച്ചതിനേക്കാൾ ശക്തമായ നിലയുള്ള ദൈവത്തെ ലോകത്തുള്ള പ്രഷറുകളാണ് കർത്താവെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിന് മധ്യത്തിലൊക്കെ ദൈവകൃപയോടെ നിലവിൽപ്പാടുകൾ അവർ കടന്നു പോകുന്നവർക്കൊക്കെയും ദൈവത്തിന്റെ സൗരഭ്യവാസനയാകാൻ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പഠിക്കാനുള്ള ബുദ്ധി ഞാൻ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്നതായ മണ്ഡലങ്ങൾ കർത്താവെ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. അവർ ദൈവമേ ഉന്നതരായി തീരുവാൻ കർത്താവിന്റെ കരങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. അവർ മൂലം കർത്താവെ ദൈവമേ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവകൃപയിൽ വളർത്തുവാൻ ദൈവമേ നീ അവർക്ക് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് കർത്താവെ ദൈവമേ അതേ കർത്താവ് നിന്റെ വരവും താമസമെങ്കിൽ കർത്താവെ കുഞ്ഞുങ്ങൾ അതേ കർത്താവ് സഭയ്ക്ക് ദൈവമേ അതേ കർത്താവ് അടിസ്ഥാനമായി ദൈവമേ അതേ കർത്താവെ ഒരു ദൈവമേ അതേ കർത്താവ് സഭയുടെ ദൈവമേ അതേ നന്മകൾക്ക് ദൈവമേ അതേ കർത്താവ് ഉറവിടമായി തീരുവാൻ കർത്താവിന്റെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്നു കർത്താവെ. നീ അവരെ സഹായിക്കണം. കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും ബലപ്പെടുത്തണം. അടിങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ, യേശുവേ മണാളനേ പ്രത്യാശയിൻ പ്രദീപമേ. മേഘം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറാ. മേഘം പൊങ്ങിക്കാണുന്നേ കൂടാരത്തിൽ ചേരാറാ. ആശാപാശമാകും ബുദ്ധികൾ ഋതു നീക്കണം. ആശാപാശയാകും ബുദ്ധികൾ ഋതു നീക്കണം. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും. അന്യനല്ല
പാശമാടും കുട്ടികൾ ഓ കണ്ടിടും കണ്ടിടും പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും 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 പ്രിയരെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണ തന്റെ മുഖം കണ്ടിടും യേശുവേ ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സാക്ഷ്യവാചകത്തിലൂടെ പ്രാർത്ഥനയ്ക്കായി ഓർപ്പിച്ചിരിക്കുന്ന സകല വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ കർത്താവ് തൻ്റെ ജനത്തെ ഇന്നയോളം നടത്തി. പ്രത്യേകിച്ച് പ്രിയ സസാനുവിൻ്റെ സാക്ഷ്യം നാം കേട്ടു. കുഞ്ഞുങ്ങളുമായി ആ പ്രിയപ്പെട്ട കുടുംബം വളരെ കഷ്ടതയിലൂടെ കടന്നുപോയി. സ്തോത്രം. എന്നാൽ കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയുടെ നമ്മുടെ നടുവിൽ കൂട്ടിവരുത്തിയല്ലോ. അതോർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. ബ്രദർ ബോവസിൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ താനും അടുത്ത ദിവസം കടന്നു പോകുന്നു. കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടി ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. കഴിഞ്ഞ 2.5 മാസം സ്റ്റേറ്റ്സിലായിരുന്ന പ്രിയ സിസ്റ്റർ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും ക്ഷേമത്തോടെ കർത്താവ് നമ്മുടെ നടുവിൽ വരുത്തി. ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലുയ. ദിവ്യതമായാൽ ഇന്ന് വൈകിട്ട് പ്രിയ ബ്രദർ വിനോദ് നാഗപൂരിലേക്ക് കടന്നു പോകുന്ന തൻ്റെ യാത്രയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കാം. മജുനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിൽ 1 വർഷവും കൂടെ കർത്താവ് ദാനം ചെയ്തല്ലോ. ഫിലോമോൻ്റെ എക്സാം നന്നായി ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനു വേണ്ടി കർത്താവ് വഴികളെ തുറക്കേണ്ടതിനായി പുതിയൊരു വർഷം കൂടെ കർത്താവ് പൈതൽ ദാനം ചെയ്തുവെങ്കിൽ അത് പൈതൽ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ പകലിനായി സ്തോത്രം. തിരുസന്നിധിയിൽ പ്രാർത്ഥനാ വിഷയങ്ങളുമായി ഞങ്ങൾ കടന്നു വരികയാണ്. നല്ല കർത്താവേ,
ഞങ്ങൾ പ്രിയ റെനി ബ്രദറിനെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ സ്വസ്ഥതയാൽ ഭാരപ്പെടുന്ന കർത്താവേ, ഹല്ലേലൂയ, പൂർണ്ണമായ ഒരു സൗഖ്യത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സഭയായി ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ വേഗത്തിലോടുന്ന നിന്റെ വചനമയച്ച് സ്വർഗ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ നിന്റെ മകൻ്റെ മേൽ, കുടുംബത്തിൻ്റെ മേൽ കർത്താവ് പകർന്ന് അവിടുന്ന് സൗഖ്യമാക്കുമാറാകണമേ കർത്താവേ. നീ അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി, കർത്താവ് അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നല്ല നാഥ, നിന്റെ ബലമുള്ള കരങ്ങളിൽ പ്രിയ ഹല്ലേലൂയ ബ്രദർ ലിജോയെ കുടുംബം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞ ദിവസം വളരെയധികം ഭാരപ്പെട്ടുവെങ്കിലും കർത്താവ് കൊടുത്ത ഈ ആശ്വാസത്തിനായി, കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി, വിടുതലിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ പിന്നെയും നിലനിന്നുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ സ്വർഗം അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. കർത്താവ് അവിടുന്ന് സഹായിക്കും. ബ്രദർ ബോസിനും കുടുംബത്തിനായി സ്തോത്രം. തൻ്റെ പ്രിയപ്പെട്ടവളെ കഴിഞ്ഞ ദിവസം കൂട്ടിവരുത്തി ചില ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ ഇതുവരെയും കൂടെ ഇരുന്ന് സഹായിച്ച ദൈവത്തിന് സ്തോത്രം. ദൈവമായ അടുത്ത ദിവസം താൻ നാട്ടിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നതിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ആ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി കർത്താവെ നീ അവിടുന്ന് നിറവേറ്റി മാനിക്കണമേ, സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. നല്ല കർത്താവേ, നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്ന പ്രിയ സുശൈനിയെയും കുഞ്ഞുങ്ങളെയും കർത്താവ് അവിടുന്ന് ക്ഷേമത്തോട് കൂട്ടിവരുത്തി. കഴിഞ്ഞ 2.5 മാസക്കാലം തൻ്റെ മാതാപിതാക്കളോട് ഒരുമിച്ച്, സഹോദരങ്ങളോട് ഒരുമിച്ച് ആയിരുന്ന സ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത വേളകളിലെല്ലാം കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരുന്ന് സൗഖ്യത്തോടെ ഞങ്ങളുടെ നടുവിൽ അയച്ച ദൈവത്തെ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വാഴ്ത്തുകയാണ്. മാനിക്കണമേ, ദൈവകൃപ കൊണ്ട് പൊതിയണമേ, നന്മകളാൽ നിറച്ചാട്ടെ, ആവശ്യങ്ങളുടെ മുഖത്ത് കൂടെ നിന്ന് സഹായിക്കണമേ. ബ്രദർ വിനോദിനായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ചില ദിവസങ്ങളിലൂടെ ആയിരിക്കാൻ സ്വർഗം കൃപ ചെയ്തു. ഹല്ലേലൂയ, കുടുംബമായി കർത്താവ് ഇത്രത്തോളം സഹായിക്കുകയും മാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ശാരീരിക അസ്വസ്ഥയാൽ കുടുംബം കടന്നുപോയ വഴികളിലെല്ലാം സ്വർഗീയ പരിപാലനം കൂടെ ഇരുന്നത് കൊണ്ട് സ്തോത്രം. നല്ല രാജാവേ, ബലമുള്ള കരങ്ങളിലേക്ക് താഴ്ത്തുകയാണ്. മാനിക്കണം, ദൈവകൃപ കൊണ്ട് പൊതിയണം. തിരുഹിതമായാലും വൈകിട്ട് വീണ്ടും നാഗപൂരിലേക്ക് കടന്നു പോകുന്നു. നിന്റെ വിലയേറിയ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കണമേ. യാത്രയെ പരിപാലിക്കണമേ. അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായി, ശക്തീകരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ വിഷയത്തിന്മേൽ ക്രമീകരണം സ്വർഗം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മൃത മജുവിനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബജീവിതത്തിൽ 1 വർഷവും കൂടെ ദാനം ചെയ്യുവാൻ അവിടുത്തെ പ്രസാദം തോന്നിയല്ലോ. നിന്റെ കൃപ ധാരാളമായി പകരുകയും സ്വർഗത്തിൽ ദൈവം സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കും. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, ആഗ്രഹങ്ങൾ അറിഞ്ഞ് കർത്താവ് കൂടെ ഇരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ ഫിലോമോനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ എക്സാം ഭംഗിയായി എഴുതുവാൻ നിന്റെ മകനെ സഹായിച്ചല്ലോ. പിന്നെയും കർത്താവ് നല്ല വിജയം കാണുവാൻ സ്വർഗ സഹായിക്കുകയും മുൻപോട്ടും ദൈവകൃപ ധാരാളമായി പകരുകയും ചെയ്യേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പ അല്ലെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പൈതൽ അനുഗ്രഹിക്കണമേ. പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ വർഷം ഹല്ലേലൂയ നീ അവിടുന്ന് ദാനം ചെയ്തപ്പോൾ 12th എക്സാം ക്ലിയർ ചെയ്യുവാൻ സഹായിച്ചു. കർത്താവിന്റെ ജലത്തിൽ സാക്ഷീകരിപ്പണിയാക്കി. ഈ പുതിയ വർഷത്തിലും ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ സംഭവിക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മകൻ ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിൻ്റെ പ്രവൃത്തി കാണുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പോൾ അവിടുത്തെ വേലയെ സ്നേഹിച്ച ദിവ്യരാജ്യത്തിൻ്റെ കെട്ടിപ്പണിക്കായി അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര വഴിപാടിനായി, ദശാംശത്തിനായി, എല്ലാ മനഃപൂർവ്വമായ ദാനങ്ങൾക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നീട്ടിയ എല്ലാ കാര്യങ്ങളെയും സ്വർഗ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, അമർത്തി കുലുക്കി കവിയുന്ന ഒരു പങ്ക് നിന്റെ ജനത്തിന് മേൽ നീ അവിടുന്ന് പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നാഥ, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കൂടി ഞങ്ങൾ നിന്റെ പാദപ്രതിങ്കിലായിരിക്കട്ടെ. നിന്റെ ഒരു ദാസൻ ഞങ്ങളുടെ നടുവിൽ അഭിഷേകം ചെയ്ത് ദൂതമായി ചുരുക്കിയാൽ സ്തോത്രം. ഞങ്ങളോട് സംസാരിക്കണം. ദൈവകൃപ ധാരാളമായി പകരും. മഹത്വം കർത്താവ് എടുക്കും. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയമുള്ളവർക്കും പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഇന്ന് പകൽ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ ജോർജിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മുൻ പരിചയമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മോൻ ഇവിടെ പഠിക്കുവാനായി ഗൗതം നഗറിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ചില നാളുകൾക്ക് മുൻപ് തന്നെ താൻ ആ കാര്യം വിളിച്ചോർപ്പിക്കുകയും ഒരു റൂമിന് വേണ്ടി അന്വേഷിക്കുകയും ചെയ്തു. ഞാൻ നമ്മുടെ പ്രിയ ലിജോയെ ആ കാര്യം ഏൽപ്പിച്ചു. എന്നാൽ പല അസൗകര്യങ്ങളും അവിടെ നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഹല്ലേലൂയ, കർത്താവിൻ്റെ ദാസനൂടെ കടന്നു ആ കാര്യങ്ങളുടെ മേലൊരു ക്രമീകരണം ഉണ്ടായി. മകന് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല. ഞായറാഴ്ച ദിവസവും ക്ലാസ് ഉള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനെ കർത്താവ് നമ്മുടെ നടുവിൽ അയച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താൻ കൊല്ലം സ്വദേശിയാണ്. ഇത്രയും മാത്രമേ എനിക്കറിയത്തുള്ളൂ.
തുടർന്ന് കർത്താവിൻ്റെ ദാസൻ തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന സന്ദേശം ഹല്ലേലൂയ നമ്മുടെ സമയപരിധിക്കുള്ളിൽ കർത്താവ് അറിയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കും. അതിനുശേഷമായിട്ട് പല ക്രമീകരണങ്ങളും PVP-യോടുള്ള ബന്ധത്തിൽ, ടാലൻറ്റ് ടെസ്റ്റിനോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് നോട്ടീസൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ എത്ര പേര് ക്രമീകരണം ചെയ്തു എന്ന് എനിക്കറിയില്ല. അതെല്ലാം ഇന്ന് പകൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ദിവസങ്ങളിലായിരിക്കാം. തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷക്കായി ദൈവദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദിവസങ്ങളിലിരിക്കും. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഇന്ന് പകലിൽ നല്ലവനായ ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവിൽ ഈ ഡൽഹിയുടെ പട്ടണത്തിൽ നമ്മെ എല്ലാവരെയും കർത്താവ് കൂട്ടിവരുത്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശിഷ്യാൽ നിങ്ങളുടെ മധ്യത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന മഹാകർത്താവിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷിക്തദാസൻ പാസ്റ്റർ KV ജോസഫ് പാസ്റ്റർ, തൻ്റെ കുടുംബം, ഇവിടെ ആയിരിക്കുന്ന എല്ലാ അഭിഷിക്ത ദൈവജനം, യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയദാസൻ ഓർപ്പിച്ചതുപോലെ ഞാൻ പുതിയതായിട്ടാണ് ഈ ഡൽഹിയുടെ പട്ടണത്തിലേക്ക് വരുവാൻ കർത്താവിൻ്റെ ആത്മാവ് സഹായിച്ചത്. എൻ്റെ മകൻ്റെ ഒരു പഠനത്തോടുള്ള ബന്ധത്തിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. അതിനുള്ള ബന്ധത്തിൽ കടന്നു വന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചു. കൃപയാൽ പ്രിയമകൻ കടന്നു വന്നില്ല. കർത്താവിനൊരു താമസിച്ചാൽ അടുത്ത ദിവസം അവൻ കടന്നു വരുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ അഭിഷിക്തദാസൻ ഓർപ്പിച്ചതുപോലെ തൻ്റെ ദാസനെ 2-3 പ്രാവശ്യം ഫോണിലൂടെ ഞാൻ വിളിച്ചു. ഇത്ര മാത്രമേ എനിക്കും പ്രിയദാസനുമായിട്ടുള്ള പരിചയമുള്ളൂ. എങ്കിലും നമ്മെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. സ്തോത്രം. ക്രിസ്തുവിൻ്റെ മക്കളാണ്. ഹല്ലേലൂയ. നമുക്കെവിടെയായിരുന്നാലും നമുക്കൊരു നല്ല രക്തബന്ധമുണ്ട്. സ്തോത്രം. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മക്കളായി ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടുകൂടി നമുക്കായിരിക്കാം. കർത്താവ് സഹായിക്കട്ടെ. അല്പസമയമുള്ളല്ലോ, അതിനുള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി ആലയത്തിൻ്റെ മേൽ ഇത്രത്തോളം അവിടെ ശക്തീകരിച്ച് ദൈവസഭയെ അനുഗ്രഹിച്ച ദൈവം അല്പസമയത്തുള്ളിൽ ഇനി അനുഗ്രഹിപ്പാൻ കർത്താവ് വിശ്വസ്തനാണ്. വളരെ സന്തോഷത്തോടെ ആയിരിക്കാം. കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. ആകയാൽ നല്ലവനായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആരും ഒന്നിനെക്കുറിച്ചും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് സകലത്തിനും മതിയായവൻ മാത്രമല്ല, അവിടുന്ന് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും അവിശ്വസ്തരായി തീർന്നാലും കർത്താവ് ഒരിക്കലും അവിശ്വസ്തനല്ല. അവൻ എന്നും വിശ്വസ്തനാണ്. സ്തോത്രം. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നല്ല പാട്ടുകൾ പാടുവാൻ കർത്താവ് കൃപ നൽകി. നല്ല സ്ക്വയറിൽ ഹല്ലേലൂയ നല്ല ഗീതങ്ങളെ പാടുവാൻ യൗവനക്കാരായ കുഞ്ഞുങ്ങളൊക്കെ ദൈവം ശക്തീകരിച്ചു. നല്ല ഒരു ടീമിനെ ദൈവം ഇവിടെ തന്നിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആയതുപോലെ നല്ല സങ്കീർത്തന ഭാഗം അഭിഷിക്തനിലൂടെ കേൾക്കുവാനിടയായി. ആ കർത്താവിൻ്റെ മഹത്വവും മഹിമയും എത്ര വലിയതെന്ന് ഓർക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവി രാവിലെ പിന്നെയും നമ്മെ ഒന്നുകൂടി ഹല്ലേലൂയ ഒന്ന് ഉണർത്തിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതിനുശേഷം നല്ല സാക്ഷ്യങ്ങൾ, നല്ല പ്രാർത്ഥനാ വാക്കുകളെല്ലാം നാം ഇന്ന് പൽക്കാലവും അതേ ദൈവസന്നിധിയിൽ അവിടുന്ന് ദൈവത്തോട് പറഞ്ഞു പ്രാർത്ഥിച്ചതിനെല്ലാം മറുപടി ഉണ്ട് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 7:7 ഒരു മോൻ ഇവിടെ പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. നിശ്ചയമായി ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യുന്നതപരമായി ചെയ്യുവാൻ ശക്തിയുള്ളവൻ്റെ പാദപീഠത്തിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. എന്ന് പകൽക്കാലം ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ സന്തോഷത്തോടെ ആയിരിക്കാം. കർത്താവേ എന്നോട് സംസാരിക്കണമേ. അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു വേലക്കാരനായി കർത്താവിൻ്റെ ആത്മാവെന്നെയും കൊല്ലത്തിൻ്റെ പട്ടണത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ എന്നെയും കണ്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 2 മക്കൾ, എൻ്റെ പ്രിയ ദാസി, അങ്ങനെ ഞങ്ങളെ കുടുംബമായി സന്തോഷത്തോടെ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇവിടെ പഠിക്കുന്ന പ്രിയമകൻ, +1 പഠിക്കുന്ന ഒരു മകൾ, അങ്ങനെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. കർത്താവ് അവരെയും ദൈവത്തിൽ പൊതിയുന്നു. ഇവിടെയുള്ള എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. എനിക്കാനന്ദമുണ്ട്, മക സന്തോഷമുണ്ടുല്ലാസമുണ്ട്. എനിക്കാനന്ദമുണ്ട്,
മഹാസന്തോഷമുല്ലാസമുണ്ട്. എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. എന്നെ വീണ്ടെടുത്തവൻ പ്രാണവല്ലവൻ, എൻ്റെ കൂട്ടായി തൻ കൂടെയുണ്ടല്ലോ. ഓ എത്ര ദുഃഖം നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, എത്ര ദുഃഖം നിന്നെ നേരിട്ടെന്നാലും, എത്ര ശത്രു നിന്നെ പകച്ചെന്നാലും, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ, നിന്നെ കണ്ടിടുന്നവൻ തീർത്തിടുന്നവൻ, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ, നിന്നെ കണ്ടിടുന്നവൻ നിന്നെ മാറോടണയ്ക്കും, നിന്റെ ദുഃഖമെല്ലാം തീർത്തിടുന്നവൻ. സ്തോത്രം. നമ്മുടെ ദുഃഖം തീർക്കുന്ന നല്ല ഇടയൻ, നല്ല ഇടയനായി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. വലിയ ഇടയനായി കർത്താവ് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ശ്രേഷ്ഠ ഇടയനായി നമ്മുടെ അരുമനാഥൻ ഇന്നും വേഗം വരും. ആകെ ദൈവമക്കളെ, ആ പ്രത്യാശ ഈ ദിവസം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവജനം ആയിരിക്കട്ടെ. നാം ഏതിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അത് നമ്മുടെ പ്രത്യാശ മറ്റേതിനേക്കാളും അപ്പുറമായി കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി ഹല്ലേലൂയ, ഞാൻ എവിടെയാണോ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് അവിടെ നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവിനെ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നോക്കി പ്രത്യാശ വെക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നാം എല്ലാവരും ഭാഗ്യവാന്മാരാ. അനേകരുടെ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, കോവിഡിൻ്റെതായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ ദൈവമക്കളാണ് നാം എല്ലാവരും. നമ്മെ നിർത്തിയ ദൈവത്തിൻ്റെ കൃപയാ, നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ജീവനോടെ ശേഷിക്കുമോ എന്ന് ചിന്തിക്കുമാറ് അനേക വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ ഹല്ലേലൂയ, അവിടെ ഒന്നും ആമേൻ നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥമായി വേദനയായി തീരാതെ വേണം നമുക്കുള്ളതെല്ലാം പരിപാലിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ഈ പ്രത്യാശയിൽ ഓരോ ദിവസവും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കൊത്തവണ്ണം ആ നല്ല ദൈവത്തെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് ഈ ലോകത്തിൽ അല്ലേലും മറ്റേതിനേക്കാളും കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഓരോ ദിവസവും നാം ആത്മീയത്തിൽ ഓരോ പടി കൂടി വർദ്ധിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെതിരേൽപ്പാൻ തക്കവണ്ണം ഈ ദിവസം ഒരുക്കപ്പെടുവാൻ നാം മാത്രമല്ല നമ്മുടെ തലമുറകളെയും അതിനായി ഒരുക്കുമാറാകട്ടെ. ദൈവമക്കളെ, നാം ചെല്ലുന്നിടത്ത് നമ്മുടെ തലമുറകളും കാണപ്പെടണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇന്ന് അനേകര് ആമേൻ സ്തോത്രം പ്രാർത്ഥന നഷ്ടപ്പെട്ടവരായി, ആരാധനയില്ലാത്തവരായി, ജീവിതത്തിലെല്ലാം കൊണ്ടും നിരാശ മൂടി ഇങ്ങനെ കടന്നു പോവുകയാണ്. സ്തോത്രം. എന്നാൽ ദൈവമക്കൾക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ആമേൻ 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 ആമേൻ. കർത്താവിൻ്റെ ആ വലിയ സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഒരു വചനം ഇങ്ങനെ ആ തിരുവചനത്തിലൂടെ വായിക്കുന്നു. റോമർക്കർ ലേഖനം 10:11. മതി. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും പിന്നെ ഒരാളോട് അവിടെ ശേഷിക്കുന്നില്ല, ഒരുത്തനും ലജ്ജിച്ചു പോകുന്നില്ല. പ്രവാചകനായിരിക്കുന്ന യോബേലിലൂടെ ദൈവം അരുളപ്പാട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഇസ്രായേലിന്റെ മധ്യത്തിലുണ്ട്, എൻ്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകത്തില്ല. ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഈ ദൈവസഭയോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരു ആലോചനയാണ് ഇവിടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഒരു നാളും ഒന്നിലും ഈ ഭൂമിയുടെ വരപ്പിൽ ദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങി തിരിച്ചവരായിരിക്കുന്ന തൻ്റെ ജനത്തോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഒരിക്കലും ലജ്ജിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല എന്ന്. ആമേൻ. ഹല്ലേലൂയ. അവൻ ആണയിട്ട് ഉറപ്പാക്കി ദൈവജനത്തോട് പാൽക്കാല ആത്മാവിൽ വിളിച്ചറിയിക്കുക.
ഇന്ന വിഷയത്തിന് മുമ്പിൽ എന്തായി തീരുമെന്ന് ആരെങ്കിലും ചിന്തിച്ചുകൊണ്ടിന്ന് പൽക്കാലവും ആലയത്തിന് മധ്യത്തിൽ ഭാരത്തോടുകൂടി ഇരിക്കുന്നുവോ? ഇന്ന് പൽക്കാല ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ ഒന്നുണ്ട്. അവനിൽ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, അവനിൽ വിശ്വസിച്ചിട്ടാണ് അവൻ ഇന്ന് പൽക്കാലം അവനെ ആരാധിക്കാൻ വന്നതെങ്കിൽ അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു വിഷയത്തിൽ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. അവന്റെ കൃപ വലിയതാ കേട്ടോ. സ്തോത്രം 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 സ്തോത്രം. അല്ലേ 4 സങ്കീർത്തനം 19 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. എന്താ ഒന്ന് വായിച്ചാട്ടെ സിസ്റ്ററെ. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. അതെ, ഹല്ലേലൂയ. 14 വാക്യം ഇവിടെ വിളിച്ചു പറയുന്നു. പിന്നെയും ആമേൻ ആ വചനത്തിലൂടെ വിളിച്ചു പറയുന്നു, അവൻ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തൻ്റെ അവകാശത്തെ കൈവിടുകയുമില്ല. സ്തോത്രം. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ. അവൻ തൻ്റെ ജനത്തെ തള്ളിക്കളയുക മാത്രമല്ല, തൻ്റെ അവകാശത്തെ അവൻ കൈവിടുന്നതുമല്ല. ഇവിടെ ആരാധിക്കുവാൻ തക്കവണ്ണം ആലയത്തിൽ ആത്മാക്കൾ കൂട്ടി വരുന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ മക്കളെ നാം ആരാധിക്കുന്നെങ്കിലും ഉള്ളിൽ വേദനയോടെ കടന്നു പോകുന്ന അതേ ചില മാതാപിതാക്കളെ ദൈവാത്മാവ് പിറകിൽ ദർശിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ഇന്ന് പൽക്കാലം വിളിച്ചു പറയുന്നു, എൻ്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിന്റെ വഴികൾ. ഇന്ന് പൽക്കാലവും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, അതേ മുന്നോട്ടുള്ളതായ നാളുകളിൽ നിങ്ങളുടെ ജോലിയോട് ബന്ധത്തിൽ, അതെ ഈ ദേശത്തിന് നിലനിൽപ്പിന് മുമ്പിൽ ഹല്ലേലൂയ എന്തായി തീരുമെന്ന് ചിന്തിച്ച് ഹൃദയം അതേ ഭാരപ്പെട്ടുകൊണ്ട് വിചാരപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങളെ ദൈവാത്മാവ് ദർശിക്കുന്നു. സ്തോത്രം. കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ കരങ്ങളിൽ ഞാൻ നിന്നെ താങ്ങി നടത്തും, ഞാൻ നിന്നെ ശക്തീകരിക്കും. നിനക്ക് വേണ്ടി ചിലരോട് ഞാൻ സംസാരിക്കും, ചിലരോട് ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ചില വിധികൾ ഇന്ന് പൽക്കാലം പൊട്ടി മാറുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില വിധികളെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് പൽക്കാലം ആ വിധിയെ ആമേൻ ഹല്ലേലൂയ പൊട്ടി മാറി അതിനുമേലെ ചില അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടുകയാ. നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയം ആത്മാവ് ഇന്ന് പൽക്കാലം വിളിച്ചു പറയുന്നു, അത് നടത്തിത്തരാൻ ഇന്ന് പൽക്കാലം ഇവിടെ ദൈവം വന്നിട്ടുണ്ട്. സൗഖ്യമാകത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഹൃദയത്തിൽ വേദനയോടിരിക്കുന്നെങ്കിൽ കർത്താവിന്റെ ആത്മാവ് പറയുന്നു, കർത്താവ് ഇതാ സൗഖ്യമാക്കുന്നു. കർത്താവ് സൗഖ്യമാക്കിയാൽ സൗഖ്യമാ, കർത്താവ് രക്ഷിച്ചാൽ രക്ഷയാ, കർത്താവ് വിടുവിച്ചാൽ വിടുതല, കർത്താവ് മാനിച്ചാൽ മാന്യതയാ. അവങ്കിലേക്ക് നോക്കിയൊരു പ്രകാശിതരായി അവരുടെ മുഖത്തിൽ ലജ്ജിച്ചു പോയില്ല. ഈ ഉള്ളവർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും ദൈവം അവനെ വിടുവിച്ചു. ഇന്ന് വാൽക്കാലം വിടുവിക്കുന്നവനെയാണ് ഞാൻ നിങ്ങൾ ആരാധിക്കുന്നത്. വേഗത്തിൽ വിടുവിക്കുന്നവൻ ആരെന്നെ വിടുവിക്കും? ഇന്ന് പാൽക്കാലം എന്നെ ഇന്നലെയും ഇന്നും എന്നേക്കും അതെ വിടുവിക്കുവാൻ ഒരുവൻ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. എബ്രായ ബാലന്മാര് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലേലും ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ ആരാധിക്കും. ദൈവത്തിന്റെ പൈതലെ സാഹചര്യങ്ങൾ നോക്കാതെ ദൈവത്തെ ആരാധിക്കുവാൻ ആലയത്തിൽ ആ തീരുമാനത്തോടു കൂടി വന്നിരിക്കുന്നത് ജനത്തോട് ദൈവത്തിനാത്മാ പറയുവാനുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ, നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാൾ ഇന്ന് പാൽക്കാലവും ദൈവസേനയിൽ ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയെ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഉന്നതമായ ചില വിടുതലുകൾ ഈ ആഴ്ചയുടെ ദിവസങ്ങളിൽ ദൈവാത്മാവിനാൽ വെളിപ്പെട്ടു വരുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നീ വിചാരിച്ചിട്ടില്ലാത്ത ആമേൻ സ്തോത്രം, നീ വിചാരിച്ചിട്ടില്ലാത്ത അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ഇന്ന് പാൽക്കാലം ദൈവ പൈതലേ. മനുഷ്യർ പുറമെയുള്ളത് നോക്കുമ്പോൾ അതെ ഇന്ന് പാൽക്കാലം ഉള്ളത്തെ അറിഞ്ഞിട്ട് ദൈവം ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. കൂടാരത്തിന്റെ അകത്തളത്ത് ആമേൻ ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുന്നു.
ആലയത്തിന്റെ അകത്തളത്തിൽ ചില അത്ഭുത പ്രവൃത്തി വെളിപ്പെടുത്തുന്നു. ഇവിടെ വന്ന് ആരാധിക്കുന്ന നിങ്ങളെ ദൈവം ഒരു സ്പെഷ്യൽ ഒരു ഗിഫ്റ്റ് തന്ന് മാനിക്കുന്ന പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്തുന്ന ദൈവമത്രേ എന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുക. നിങ്ങളൊരു ഗിഫ്റ്റ് ആകട്ടോ. ദാവീദ് പലർക്കും ഒരു അത്ഭുതമായിരുന്നത് പോലെ ഇന്ന് പൽക്കാലം ഹല്ലേലൂയ ഈ ഡൽഹിയുടെ ഈ നാമേൻ ഗ്രീൻ പാർക്കിന്റെ ഈ ദേശത്തെ സഭ ഈ ദേശത്തൊരു അത്ഭുതമാ. കരമുയർത്തുന്നു സ്തോത്രം ചെയ്യാമോ? ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കൾ ഈ ദേശത്തിന്റെ മധ്യത്തിലുള്ള അത്ഭുതമാ. ഹല്ലേലൂയ. പിശാച് നിങ്ങളെ കണ്ട് വിറച്ച് മുട്ടടിക്കുന്ന അനുഭവത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുന്ന ദിനങ്ങളാ. നാളത്തെ ദിനങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അത്ഭുതത്തിന്റെ ദിനങ്ങളാ. എന്തോ അത്ഭുതം! നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മുമ്പിൽ അത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമായ ഉന്നതമായിരിക്കുന്ന മറുപടികളിൽ തന്ന് ദൈവം നിങ്ങളെ മാനിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്നും അതെ ആമേൻ ആ ദൈവം നിങ്ങളുടെ ദൈവമെന്നും ഈ ഗ്രീൻ പാർക്കിൻ്റെ ദേശത്ത് ഈ ഡൽഹിയുടെ പട്ടണത്തിൽ ഈ IPC ചർച്ചിൽ ദൈവത്തിൻ്റെ ആത്മാവിന് തെളിയിപ്പാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഏറ്റെടുത്തോണം. ആത്മാക്കൾ കൂട്ടത്തോടെ വരിക. സ്വത്രം സ്വത്രം സ്വത്രം. ഇവിടെ വരുന്നവർ ഓരോരുത്തരിലൂടെ ചില മിറക്കിൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ ആമേൻ ആ മിറക്കിൾ കണ്ടിട്ട് അനേകർ ഇവിടെ വരുന്നതെന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ചർച്ചിൽ പോയി. അവിടെ കുറച്ച് പേരേ ഉള്ളൂ. ചെയറെല്ലാം ഇങ്ങനെ കാലിയായി കിടക്കുക. കർത്താവിൻ്റെ ആത്മാവ് എനിക്കൊരു ശക്തമായിരിക്കുന്നൊരു വെളിപ്പാട് തന്നു. 3 മാസത്തിനുള്ളിൽ ഈ ചെയറിനെല്ലാം ഞാൻ നിറയ്ക്കും. 3 മാസത്തിനുള്ളിൽ ഈ ചെയറിനെല്ലാം ഞാൻ നിറയ്ക്കും. ആ ദേശത്ത് വലിയൊരു കൂട്ടമുണ്ട്. സ്വത്രം സ്വത്രം. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ ഞങ്ങളും നിങ്ങളോടുകൂടെ പോയിരുന്നു എന്ന് പറയുമാറ് ചിലരെ പോക്കുമാറാക്കുന്ന ദൈവമാണ് ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവമെങ്കിൽ ദൈവമക്കളെ ഈ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുന്നു. വാ തുറന്നോണം കേട്ടോ. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ഞാൻ അതിനെ നിറയ്ക്കാം. നീ വിശ്വസിക്കാൻ തയ്യാറായാൽ, നീ പ്രത്യാശിക്കുവാൻ തയ്യാറായാൽ, നീ ധൈര്യപ്പെടുവാൻ തയ്യാറായാൽ, നീ അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ, നിന്റെ ദൈവത്തെ മാനിക്കാൻ തയ്യാറായാൽ, ദൈവം ചെയ്യുന്നതിന് ഒത്തവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറായാൽ കുറിച്ചിട്ടോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ മാസം ഏത് മാസം? ആഗസ്റ്റ് അല്ലയോ? ആഗസ്റ്റ് മാസം ഇന്ന് എത്ര തീയതി? 21 ഇന്ന് കുറിച്ചിട്ടെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ ആമീൻ സ്തോത്രം ചെയ്യുന്നു. 6 ദിവസത്തിനുള്ളിൽ ആമീൻ സ്തോത്രം ചെയ്യുന്നു. 9 ദിവസത്തിനുള്ളിൽ ദൈവത്തിൻ്റെ പൈതലെ ചില മിറക്കിൾ ഈ ആലയത്തിൽ വെളിപ്പെടുന്നു. തടസ്സങ്ങൾ മുമ്പിൽ ശത്രുവായവൻ ശക്തമായി എത്ര പ്രവർത്തിച്ചാലും അതിനെ വിട്ടുകൊടുക്കാതെ വണ്ണം ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അളവറ്റ കൃപ ഇന്നൊന്ന് തിരിച്ചറിയുമാറ് പരിശുദ്ധാത്മാവിൽ ഒരു എഫേസോസിൽ പൗലോസിലൂടെ ചില അത്ഭുതം നടന്നെങ്കിൽ ഇന്ന് പൽക്കാലം പറയട്ടെ, അഭിഷിക്ത ദാസനെ ഈ ദേശത്തിന്റെ മധ്യത്തിൽ ആമേൻ പലരുടെയും മധ്യത്തിൽ ഞാൻ നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോകുക. ചില കെട്ടഴിയുക കേട്ടോ. ചങ്ങലകൾ അഴിയുക. പത്രോസിന്റെ ചങ്ങല അഴിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പാൽക്കാലം ചിലതിന്റെ കെട്ടതയും അഴിയുക. ചില ചങ്ങലകളെ അഴിക്കുക. വെറുതെ വന്ന് പോകരുത് കേട്ടോ. ആത്മാവിൽ ഒന്ന് കണ്ടുപോകണം. വിടുതൽ കണ്ടുപോകണം. വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവം എന്നോട് കഴിഞ്ഞ ദിവസത്തിൽ ഇടപെട്ടി ആലോചന ആ ആലോചന നിവർത്തീകരിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണെന്നുള്ള ആ നല്ല ഉദ്യമ ബോധ്യത്തോടു കൂടെ വരണം. ആലയത്തിൽ വരുവാൻ തയ്യാറായാൽ നീ പോകുന്നത് ശൂന്യമായിട്ടല്ല, നിറവോടെ പോകേണ്ടതായിത്തീരും. നിന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് നീ ഭാരത്തോടെ വന്നെങ്കിൽ ഭവനത്തിൽ ചെല്ലുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതത്തിൻ്റെ ആ മറുപടി കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. ശക്തമായ വചനമൊക്കെ ഉണ്ട് കേട്ടോ.
പക്ഷേ ഇന്ന് അല്പസമയം ഉള്ളതുകൊണ്ട് ആമേൻ, ദൈവത്തിന് ആത്മാവ് പറഞ്ഞു ഞാൻ ചില സന്ദേശങ്ങൾ എന്നോട് പറയാം. അത് നീ കൈമാറിയാൽ മതി. അതിവിടെ എനിക്കൊരു വിടുതലാക്കി മാറ്റാനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിങ്ങളൊന്നും പരാജിതരല്ല കേട്ടോ, നിങ്ങളെല്ലാം വിജയിച്ചവരാ. കർത്താവ് പറഞ്ഞു, എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ജയിച്ചവനാ. അകത്ത് വരുമ്പോൾ അവൻ ഒന്ന് തൊടുകൂടാ, ഒന്ന് ശക്തിപ്പെടണം, ബലപ്പെടണം, ഒന്ന് ചൈതന്യപ്പെടണം. ഹല്ലേലൂയ. അകലത്തിൽ നിന്നുകൊണ്ട് അന്ന് ദൈവം പ്രസാദിക്കുന്ന രീതിയിൽ കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ആ ദൈവത്തെ ആഴമായി മഹത്വപ്പെടുത്തുവാനും ഇന്നലെയുള്ള ദിവസങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ആലയത്തിൽ വന്നിട്ട് ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ആ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി അവന് പ്രസാദമുള്ളത് ഒന്ന് ചെയ്യുവാൻ തക്ക ഒരുക്കപ്പെട്ടാൽ അവന് പ്രസാദമുള്ള ചെയ്യുന്നത് കൊണ്ട് അവങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് യാചിച്ചാലും അവൻ തരുവാൻ ശക്തനാ. സ്തോത്രം. ഒരു വിടുതലല്ലേ ഒന്ന് പാൽക്കാലം ആഗ്രഹിച്ചത്, ഒരു ആത്മീയത്തിലൊരു ബലമല്ലേ ആഗ്രഹിച്ചത്. 138 സങ്കീർത്തനം 3-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മതി. സ്തോത്രം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി, എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വാൽക്കാലം വിളിച്ചപേക്ഷിച്ച നാളിൽ ഇവിടെ ആരാധിച്ച ഈ ദിവസം, ഹല്ലേലൂയ, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹോവയെ ശുഭത നൽകണമേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അടുത്തു വരുന്നു. ആരാധിച്ചിട്ട് എത്ര പേര് ബലം പ്രാപിച്ചു പോകുന്നു? ആരാധിച്ചിട്ട് എത്ര പേര് വിശ്വസിച്ച് ധൈര്യം പ്രാപിച്ചു പോകുന്നു? ആരാധിച്ചിട്ട് എത്ര പേര് ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ട് കർത്താവേ ഇന്നത്തെ ആരാധന അങ്ങനിൽ പ്രസാദിക്കുകയും അങ്ങയുടെ മഹത്വത്തിൽ എന്നെ അവിടുന്ന് മാനിക്കുവാൻ അങ്ങനെ ഇന്ന് പകലിൽ അതിനായി ഒരുക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം അകത്തളത്തിൽ വരാൻ. സ്തോത്രം, സ്തോത്രം. അകത്തളത്തിൽ ശൂന്യമായ അനുഭവത്തിലാണ്, ഹൃദയം വേദനയോടാണ് വന്നതെങ്കിൽ ഇവിടെ പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ ആമേൻ നീ എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. അല്ലയോ? ധൈര്യപ്പെട്ടോണം, ബലപ്പെട്ടോണം. ദൈവത്തെ ആരാധിച്ചിട്ട് ആമേൻ സ്തോത്രം. ദൈവം പറയുന്നല്ലോ ഇവിടെ നമ്മൾ വായിച്ചെന്തുവാ? ദൈവമേ, എൻ്റെ ഉള്ളിലെ വിചാരണ ബോധത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. വേദനയോടെ വരുമ്പോൾ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കുന്നേ. യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. യാക്കോബിനെ വിളിച്ച് സ്വർഗത്തിലെ ദൈവം നമ്മോട് സംസാരിക്കുന്നെങ്കിൽ നാം യാക്കോബിന്റെ അവസ്ഥ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ദൈവം എത്രത്തോളം യാക്കോബിനെ മാനിച്ചെന്ന്. സ്തോത്രം. ചുമ്മാതെ പറഞ്ഞിട്ടല്ല നമ്മൾ ആമീൻ ഹല്ലേലൂയ യാക്കോബിന്റെ പേര് പറഞ്ഞ് മടങ്ങിപ്പോണ്ടവരല്ല. യാക്കോബിന്റെ അവസ്ഥയെ അറിഞ്ഞ ദൈവം യാക്കോബിനെ എത്രത്തോളം അനുഗ്രഹിച്ചു, എത്രത്തോളം സഹായിച്ചു. ആരെല്ലാം കൂടെ ഇല്ലാതിരുന്നിട്ടും സ്വർഗത്തിലെ ദൈവമായ യഹോവ അവനോട് കൂടെയിരുന്നു. അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അവൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. അവൻ്റെ സാഹചര്യങ്ങളെ ദൈവം ഹല്ലേലൂയ ഏത് സാഹചര്യമായിരുന്നാലും ആ ദൈവ സാന്നിധ്യം വിട്ടെന്ന് പോകാതെ വണ്ണം അവൻ പോകുന്നിടത്തൊക്കെയും ആ സാന്നിധ്യം അവനോട് കൂടെ കടന്നുപോയി. നിങ്ങളൂടെ കടന്നു വരാൻ ആരുമില്ലെങ്കിൽ ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. ഇന്ന് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും മാറിപ്പോയാലും മാറാത്തവൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആകയാൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയും വിശ്വാസവും അതേ ദൈവമായുള്ള ബന്ധത്തിൽ ആഴമായി ദൈവത്തെ സ്നേഹിച്ച് മാനിച്ചുകൊണ്ട് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടി ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ആലയത്തിന് അനുഗ്രഹമായി ദേശത്തിന് ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ദേശത്തിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയും സുവിശേഷത്തോളം ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന കൃപയനുസരിച്ച് ഒരാത്മാവിനെ നേടുവാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ താല്പര്യത്തോടുകൂടി നമ്മളെല്ലാവരും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാ. എന്നാൽ കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ആമീൻ ഹല്ലേലൂയ ആ പ്രവൃത്തിക്ക് വേണ്ടി
നമ്മൾ ഒത്തിരി ചിലവിടുന്നവരാ, കൊടുക്കുന്നവരാ, ശരിയാ. പക്ഷെ ഒരു വ്യക്തിയെ യേശുവിൻ്റെ സ്നേഹം ഒന്ന് പറയാൻ അതിൻ്റെ സാഹചര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ ഒരുക്കുമ്പോൾ ദൈവജനമേ, അത് ആ സമയം തക്ക സമയത്ത് അത് ദൈവത്തിന് വിടുതൽ ലഭിക്കപ്പെടേണ്ടതിന് നാം അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. പാസ്റ്ററിനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തതാണ് ദൈവദാസന്മാരെ കൂടെ ദൈവം ചെയ്യിപ്പിക്കുന്നത്. സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വ്യക്തിയിലൂടെ ദൈവം പലരെയും കണ്ടിട്ടുണ്ട് കേട്ടോ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന ദൈവദാസ്യമാരിലൂടെ അവൻ ഈ ആലയത്തിൽ വരുവാൻ ദൈവം പലരെയും കണ്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരിലൂടെ ഈ ആലയത്തിലേക്ക് കൂട്ടിവരുത്തുവാൻ ആമേൻ ദൈവം ചിലരെ കണ്ടിട്ടുണ്ട്. ദൈവം കണ്ടിട്ടും ഞാനും നിങ്ങളും കാണാതെ പോയാൽ ദൈവജനമേ, നാം ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാ. സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഒരിക്കലും കുറവ് വരുത്തരുത്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. സമയം വേർതിരിഞ്ഞു പ്രാർത്ഥിച്ചോണം. സമയം വേർതിരിഞ്ഞു പ്രാർത്ഥിച്ചോണം. ഞാൻ പോകുന്നിടത്തൊക്കെ ചില ഒരു കാര്യം പറയും. ഇവിടെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. ഇന്ന് കട്ടിലിരുന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ കൂടുതലും. ഹല്ലേലൂയ. കട്ടിലിരുന്നൊരു പ്രാർത്ഥന. സ്തോത്രം. എന്നാൽ കട്ടിലിരുന്നുള്ള പ്രാർത്ഥനയല്ല. വീട് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നീ വാടക വീടെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പായ എപ്പോഴും ഇട്ടേക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഒരു മൂലക്കെങ്കിലും ഒരു പായ ഇട്ടേക്കണം. അവിടെ ഒരു ബൈബിൾ വെച്ചോണം. സ്തോത്രം. ആ ഭാഗത്ത് പോയിരുന്ന് ഒരു പാട്ടുപാടി ഹല്ലേലൂയ തിരുവചനമൊക്കെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ആമേൻ കുഞ്ഞുങ്ങളോട് ചേർന്ന് കുടുംബമായിട്ട് ആമേൻ അല്പസമയം മിനിമം ഒരു അരമണിക്കൂറെങ്കിലും 3 നേരം ദിവസങ്ങളിൽ ചിലവിടുവാൻ തയ്യാറായാൽ ഇന്നത്തെ പരാജയം, ഇന്നത്തെ ജീവിതത്തിൻ്റെ താമേൻ അവസ്ഥകളെ ഒക്കെയും ദൈവം മാറ്റി നിന്റെ തലമുറകളെയും അതേ നിന്റെ ജീവിത ഭാവി മുന്നോട്ടുള്ളതായ നിന്റെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് ദൈവം അത്ഭുതത്തിന് പ്രവൃത്തി എന്നോണം ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും. മനസ്സിലായോ? സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവമേ, ദൈവം നിങ്ങളെ ശക്തമായി പിന്നെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസം ശക്തമായി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കുടുംബമായിട്ട് ഭവനത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം. നമുക്കെല്ലാത്തിനും സമയമുണ്ട്. നമ്മുടെ കാര്യങ്ങൾക്ക് എല്ലാറ്റിനും നമ്മൾ മണിക്കൂറുകൾ മാറ്റിവെക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനാ അനുഭവങ്ങളിൽ ദൈവത്തോടു കൂടെയുള്ളതായ ബന്ധത്തിൽ എത്രത്തോളം നാം സമയം ചിലവിടുന്നു? നാം അങ്ങനെ സമയം വേർതിരിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ഭവനത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങുകയും കയറുകയും ചെയ്യുവാൻ തക്കവണ്ണം നാം അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ വില കൊടുക്കുമെങ്കിൽ വിലയേറിയ മുത്തുകളെ പോലെ ചില ആമേൻ വാഗ്ദത്തങ്ങളും അതിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ജനമേ നിങ്ങളിലൂടെ ഈ ദേശത്ത് ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നു മാനിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. നമ്മൾ വില കൊടുത്തെങ്കിലേ വിലയേറിയതൊന്ന് കിട്ടുക കേട്ടോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകയാൽ ആ വിലയേറിയത് ഈ ദിവസങ്ങൾ പ്രാപിച്ചുകൊണ്ട് വിലയേറിയവൻ്റെ പാദപീഠത്തിൽ വിശ്വസ്തരായി നിന്നുകൊണ്ട് കർത്താവിൻ്റെ വരവിനെ നോക്കി ആ പ്രത്യാശയെ പുതുക്കി വിശുദ്ധിയോടെ മുന്നോട്ട് പോകുവാൻ ദൈവസഭയായ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ഈ സഭയെയും ദൈവത്തിൻ്റെ വിശുദ്ധാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്നുള്ള ആ നല്ല അപേക്ഷയും നിങ്ങളുടെ പ്രാർത്ഥനയെയും ചോദിച്ചുകൊണ്ട് ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന് കർത്താവിൻ്റെ ദാസരോടും സഭയോളം നന്ദി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കപ്പെട്ട നല്ല വചനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. വചനം വളരെ വ്യക്തമായി ഇന്ന് പകൽ കർത്താവിൻ്റെ ദാസനിലൂടെ കർത്താവ് നമ്മോട് സംസാരിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ലജ്ജിക്കാതെ വണ്ണം നമ്മെ നടത്തുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ചെറുത് വലുതുമാകുന്ന ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ സഹായിപ്പാൻ നമ്മുടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. സ്തോത്രം. നമ്മുടെ തലകളെ ദിവസം വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കപ്പെട്ട ആലോചന നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി, കുടുംബമായി, സഭയായി അത് ഈ ദിവസങ്ങളിൽ നിവർത്തീകരണത്തിന് കാരണമാകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. തന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല.
അവന് വിശ്വസിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് കർത്താവിൻ്റെ വചനമാകിയാൽ ലജ്ജിപ്പിക്കാതെ വണ്ണം വഴി നടത്തുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ധാരാളമായി കർത്താവ് സഹായിക്കട്ടെ. വലിയ കൃപ കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ നമുക്ക് ഏൽപ്പിക്കുക. കുടുംബമായി കർത്താവ് ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ശക്തമായി ഉപയോഗിക്കുവാൻ, കർത്താവിൻ്റെ നാമമഹത്വത്തിനുവേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ സാജു ഇപ്പോൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. സ്ഥലം എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബ്രദർ എം സാജു ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആലയത്തിൽ കടന്നു വന്ന സമയം മുതലേ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളെ മറച്ചുകൊണ്ടതിനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ സന്നിധി സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ടല്ലോ, അത് ഇന്ന് പകൽക്കാലം അനുഭവിച്ചറിയാൻ തക്കോണം നീ ഞങ്ങളെ കൂട്ടിവരുത്തി ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ വാഴ്ത്തുകയാണ്. കർത്താവെ, നല്ല നല്ലതായ ആലോചനകൾ നീ ഞങ്ങൾക്ക് നൽകി തന്നു. ഹാലേലിയ സങ്കീർത്തനത്തിൽ കൂടെ വചനത്ത് ഭാഗത്തുകൂടെ എല്ലാം നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നു. നിന്നിൽ വിശ്വസിക്കുന്ന ആരെയും നീ ലജ്ജിപ്പിക്കത്തില്ല. ഇന്ന് പകൽക്കാലം അത് ഉറപ്പിച്ച് പരിശുദ്ധാത്മാ പറഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. നിന്റെ ദാസന്മാരിൽ കൂടെ ഞങ്ങൾ കേൾപ്പിച്ച ആലോചനകളുടെ നിവർത്തീകരണം ഈ ദിനങ്ങളിൽ കാണുവാൻ തക്കവണ്ണം സ്വർഗം സഹായിപ്പാൻ പോകുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൻ്റെ മഹത്വം നീ ആകാശത്ത് വെച്ചിരിക്കുന്നു. ആ മഹത്വവാനായ ദൈവത്തെ ഇന്ന് പകൽക്കാലം വീണ്ടും ഇവിടെ ഉയർത്തിക്കാട്ടുവാൻ നിന്റെ ഭക്തന്മാരിൽ കൂടെ സഹായിച്ചനായി സ്തുതിക്കുന്നു. നല്ല സാക്ഷ്യങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. വിടുതലിന്റെ സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സഹായിച്ചുവല്ലോ. കർത്താവോടെ പറയപ്പെട്ടത് ഓരോ വിഷയത്തിന്റെ മേലും അങ്ങയുടെ കരം ചലിച്ചിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഭാരത്തിലോ ദുഃഖത്തിലോ കടന്നു വന്നിട്ടുണ്ട് എങ്കിൽ കേട്ടതായ വചനം ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവികമായ പ്രവർത്തികൾ കണ്ട് സന്തോഷിപ്പാൻ ഇന്ന് പകൽക്കാലം സഹായിക്കുമാറാകണമേ. നിന്റെ സാന്നിധ്യത്തിന് അതിന് കഴിയും കർത്താവേ. നിന്റെ വചനത്തിന് അതിൻ്റെതായ ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. അത് വിടുതലയക്കുന്നതായ വചനമാണ്. ഹല്ലേലൂയ. അത് അസ്ഥി മഞ്ചകളിലേക്ക് കടന്നു എന്ന് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. വചനത്തിൻ്റെ പ്രവർത്തികളെ ആർക്ക് തടപ്പാൻ കഴിയും? ഇന്ന് പകൽക്കാലം ആ വചനം ക്രിയ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. നന്ദിയോടെ സ്തോത്രം. നിന്റെ വചനം തീയായി പുറപ്പെടട്ടെ. ദഹിപ്പിക്കേണ്ടതിന് ദഹിപ്പിച്ച് കളയട്ടെ. ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ കർത്താവേ. ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വെളിപ്പാടായി വ്യക്തമായ ഒരു അനുഗ്രഹമായി മാറേണ്ടതിനായി അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന സഹോദര സമാജ മീറ്റിങ്ങിനായി സ്തോത്രം. അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. വൻ സംസാരിച്ച ദൈവദാസന്മാരെ അനുഗ്രഹിക്കുമാറാകണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രൻ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും തുടർന്ന് നടക്കുന്ന സഹോദര സമാജം മീറ്റിങ്ങിനോടും ഇന്നും മുന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.